ശ്രീകുമാർ സാറെ കേൾക്കാൻ ഒക്കുന്നുണ്ടോ? നമ്മുടെ ഇത് ശരിയായിട്ടുണ്ട്. ഓക്കെ. കോട്ടയം നേച്ചർ സൊസൈറ്റിയും ആലപ്പുഴ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റിയും ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജും കൂടെ ചേർന്ന് നടത്തുന്ന വെബിനാറിന്റെ 59ാമത്തെ എപ്പിസോഡാണ് ഇന്ന്. നമ്മളത് ആനക്കയത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അത് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു. അതിന്റെ മുൻപന്തിയിൽ നിൽക്കുന്ന സുശാന്ത് കുമാർ ആണ് ഇന്നത്തെ ഈ ചർച്ച നയിക്കുന്നത്. ശ്രീ സുശാന്ത് കുമാറിനെ ഓർക്കുമ്പോഴത്തേക്കും ഞങ്ങൾ തമ്മിൽ ആദ്യം കാണുന്നത് നമ്മുടെ പഴയ ആദ്യത്തെ സൈലന്റ് വാലി സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു മീറ്റിംഗ് ഉണ്ട്. നീലാണ്ടൻ മാസ്റ്റർ, സുഗതകുമാരി മാഡം, പിന്നെ ടീച്ചർ പ്രസാദ് സാറ്, സുബ്രഹ്മണ്യം, അങ്ങനെ ജോൺസി ജേക്കബ്, ഇവരെല്ലാവരും എത്തിയ ഒരു മീറ്റിംഗ് അന്നാണ് ഞങ്ങൾ തമ്മിൽ ആദ്യം കാണുന്നതെന്നാണ് എൻ്റെ ഓർമ്മ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ തേക്കടിയിലെ കേരളത്തിലെ തന്നെ ആദ്യത്തെ പക്ഷി നിരീക്ഷണ ക്യാമ്പിൽ തേക്കടിയിൽ വെച്ചുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളുടെ സുഹൃബന്ധം പ്രൊഫസർ നീലകണ്ഠനുമായിട്ടുള്ള ഇന്ററാക്ഷൻ വഴി ഞങ്ങൾ പരസ്പരം ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരുന്നു. സുശാന്തിനെ പറ്റി പറയുമ്പോഴത്തേക്കും ഈ പ്രകൃതി സംരക്ഷണത്തിലേക്ക് അത്രയധികം ഡെഡിക്കേറ്റ് ചെയ്ത ഒരാളെ കണ്ടിട്ടില്ലേ. കഴിഞ്ഞ ഒരു 50 വർഷത്തിലേറെയായി അദ്ദേഹം ഈ ഫീൽഡിൽ ഒറ്റയാൾ പട്ടാളമായിട്ട് തന്നെ എന്ന് വേണമെങ്കിൽ പറയാം മുന്നോട്ട് നീങ്ങുന്നുണ്ടായിരുന്നു. അദ്ദേഹം വളർത്തിയെടുത്ത കുട്ടികൾ ഈ രാജ്യത്തിന്റെ എത്രയോ ഭാഗങ്ങളിൽ ഈ പ്രകൃതി സംരക്ഷകരായിട്ട് തന്നെ ഉണ്ടെന്നുള്ളതാണ് എനിക്കറിയാമത്. ഇപ്പോഴും അതേ രീതിയിൽ തന്നെ അതേ ടെമ്പോയിൽ ഞങ്ങളൊക്കെ ഇടയ്ക്ക് പതുക്കെ ഒതുങ്ങി പതുങ്ങി നിൽക്കുമ്പോൾ സുശാന്ത് വളരെ ശക്തിമത്തായി ഈ സംരക്ഷണ രംഗത്ത് ഉറച്ചു നിൽക്കുന്ന ഒരാളാണ്. അദ്ദേഹം എത്രയോ പ്രാവശ്യം ഈ ആതിരപ്പള്ളി വനമേഖലയിലും അവിടെ പോയിട്ട് പക്ഷികളെയും തുമ്പികളെയും അതുപോലെ തന്നെ മറ്റ് തവള അതുമാതിരി എല്ലാ ജീവജാലങ്ങളെ കുറിച്ച് അദ്ദേഹത്തിന്റെ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇതിന്റെ ഇപ്പം എനിക്ക് തോന്നിക്കുന്നു ആ തലമുറയിലെ ഏറ്റവും അധികം അമച്വറായിട്ട് സയന്റിഫിക് സൈഡിലോട്ട് കൂടുതൽ പോകുന്നു. കൂടാതെ അമച്വർ എന്നുള്ള നിലയിലാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. പ്രൊഫഷൻ അല്ലെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ഗവൺമെന്റ് സർവീസിലുള്ള ജോലിയുടെ ഒപ്പം തന്നെ ഈ പ്രകൃതി സംരക്ഷണ ആക്ടിവിറ്റീസും കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹം സോയിൽ കൺസർവേഷൻ ഡിപ്പാർട്ട്മെന്റിലായിരുന്നു, അവിടുന്ന് റിട്ടയർ ചെയ്തു. ഇന്ന് രാവിലെയും കൂടെ അദ്ദേഹം പുഞ്ചക്കരയിൽ പോയി പക്ഷിയെ കണ്ടിട്ട് പക്ഷി നിരീക്ഷണം നടത്തിയിട്ട് വന്നയാളാണ്. അപ്പൊ ഇത്രയും ആക്റ്റീവായിട്ട് നിൽക്കുന്ന സുശാന്തിനെ ഈ പ്രോഗ്രാം നമുക്ക് കിട്ടിയത് വളരെ ഭംഗിയാണ്. അദ്ദേഹം ആൾറെഡി അദ്ദേഹത്തിന്റെ തന്നെ ഒരു വെബിനാർ ഉണ്ടായിരുന്നു നേരത്തെ ഇതേ സബ്ജക്റ്റ് തന്നെ. എങ്കിലും നമുക്ക് അവിടുത്തെ ജന്തു വൈവിധ്യത്തെ പറ്റി നമുക്ക് കൂടുതൽ അറിയാനും അതിനെപ്പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാനും സംരക്ഷണ പ്രോഗ്രാമിനെ പറ്റി നമുക്ക് കൂടുതൽ മനസ്സിലാക്കാനും ഈ വെബിനാർ ഉപകരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ശ്രീ സുശാന്ത് കുമാറിനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തു. സുശാന്ത് പ്ലീസ്. വളരെ നന്ദി. എല്ലാവർക്കും ഒരിക്കലും നന്ദി അറിയിക്കുന്നു. ഡോക്ടർ ശ്രീകുമാറിനെ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് ഇത്രയും നീണ്ട കാലത്തെ പരിചയം എനിക്കുണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങൾ ആദ്യത്തെ പക്ഷി നിരീക്ഷണ ക്യാമ്പിൽ വെച്ച് ഒരുമിച്ച് ഞങ്ങൾക്ക് പങ്കെടുക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യമുണ്ടായിട്ടുണ്ട്. സൈലന്റ് വാലി കൃഷ്ണ മുതൽ അദ്ദേഹത്തിന് അറിയാം. എന്തായാലും ഈ നേരത്തെ കേരള നെറ്റ് സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് സേവ് ആനക്കയം എന്നുള്ള ഒരു പ്രസന്റേഷൻ നടത്തിയിരുന്നു. അതിനെ കുറച്ചുകൂടി വിപുലീകരിച്ചിട്ടുള്ള ഒരു പ്രസന്റേഷനാണ് ഇന്നിവിടെ നടത്തുന്നത്. നമുക്ക് വളരെ കാലമായി നമ്മൾ ഈ ആതിരപ്പള്ളി വാഴച്ചാൽ വനമേഖലയിൽ നമ്മുടെ പരിസ്ഥിതി പ്രവർത്തകർക്ക് ആ സംരക്ഷണത്തിന്റെയും അതിനുള്ള തയ്യാറെടുപ്പുകളായിട്ട് ഇപ്പോഴും നമ്മൾ വർഷങ്ങളായി നമ്മൾ അതിനുള്ള പോരാട്ടത്തിനാണ്. ഇപ്പോഴും നമുക്ക് ആ പോരാട്ടം നമുക്ക് തുടരേണ്ടതുണ്ട്. അതുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഈ വെബിനാർ ഇന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരെയും അധികം ഞാൻ നീട്ടുന്നില്ല, ഇപ്പൊ തന്നെ സമയം ഇതായതുകൊണ്ട് നേരിട്ട് തന്നെ ഞാൻ ഇതിലേക്ക് കടക്കുകയാണ്. നിങ്ങളെല്ലാവരെയും ഈ പ്രസന്റേഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് എങ്ങനെയാണ് ഈ വനമേഖല സംരക്ഷിക്കാൻ കഴിയും, നമുക്ക് എല്ലാവർക്കും കൂട്ടായ്മയോടുകൂടി എങ്ങനെ ഇതിനെ സംരക്ഷിക്കാൻ കഴിയുന്നതിനെ കുറിച്ചുള്ള ഒരു നല്ല ഡിസ്കഷൻ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളെല്ലാവരെയും ഞാൻ വളരെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. സുശാന്ത് സാറ് മ്യൂട്ട് ആയിട്ടുണ്ട്, ഓഡിയോ മ്യൂട്ട് ആയിട്ടുണ്ട്. ഒരു മിനിറ്റ് സാറേ, ഫുൾ സ്ക്രീനിൽ അതിനെ ഞാൻ മ്യൂട്ട് ആക്കിയത്. ആയിക്കോട്ടെ സാർ, ആയിക്കോട്ടെ. ഓക്കെ, ഇന്ന് തുടങ്ങാം, ഇന്ന് ആരംഭിക്കാം. അപ്പോ ആനക്കയം 1989 തൊട്ടാണ്, 87 ആദ്യത്തെ പക്ഷി സർവേ. അതിനുശേഷമാണ് പക്ഷി നിരീക്ഷണ ക്യാമ്പ് ഇൻഷുറൻസ് ആൻഡ് നേതൃത്വത്തിൽ നടന്നത്. അതിനുശേഷമാണ്
89-ലാണ് ആദ്യമായിട്ട് 89-ലാണ് ആദ്യമായിട്ട് ഞാൻ വാഴച്ചാൽ പോകുന്നത്. എന്നെ വാഴച്ചാലിലേക്ക് ആകർഷിച്ചത് പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകനും അതുപോലെ തന്നെ പരിസ്ഥിതി ശാസ്ത്രജ്ഞനൊക്കെ ആയ ഡോക്ടർ സതീഷ് ചന്ദ്രൻ നായരുടെ, അദ്ദേഹം വാഴച്ചാലിനെ കുറിച്ച് പലപ്പോഴും ചില തിരുവനന്തപുരത്തുള്ള കൂട്ടായ്മകൾ അദ്ദേഹം സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ വനാന്തരത്തിൽ പോകണം എന്ന് അദ്ദേഹം പറയും. കാടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വാഴച്ചാലാണ്, ആനക്കയമാണ്, അതുപോലെ ഷോളയാറാണ്. അപ്പൊ നിങ്ങൾ അതുപോലെ കാടൊന്നും കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞ തേക്ക് നിങ്ങൾ എന്ത് തേക്കടി എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒത്തിരി പ്രാവശ്യം അങ്ങനെ പരിഹസിച്ച് ഒരു പരിഹാസ രൂപേണ സംസാരിച്ചെങ്കിൽ അദ്ദേഹം വളരെയധികം അതിലേക്ക് നമ്മളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം അങ്ങനെ സംസാരിക്കാറുള്ളത്. നമ്മളെ പലപ്പോഴും പ്രൊവോക്ക് ചെയ്യുമ്പോൾ സംസാരിക്കുകയും അത് വഴി നമ്മളെ തീർച്ചയായിട്ടും കൂടുതൽ പരിസ്ഥിതിയിലേക്കും പ്രകൃതിയിലേക്കും നമ്മളെ കൂടുതൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രീ സതീഷ് ചന്ദ്രൻ നായരുടെ ആ ഒരു തരം പ്രയോഗം. സതീഷ് ചേട്ടൻ നമ്മൾ വിളിക്കുന്ന സതീഷ് ചന്ദ്രൻ നായർ, അദ്ദേഹത്തിന്റെ വാഴച്ചാലിനെ കുറിച്ചുള്ള വളരെ വാഴച്ചാലിന്റെ ഒരു സൗന്ദര്യത്തെക്കുറിച്ചും അവിടുത്തെ പ്രകൃതിയെക്കുറിച്ചും അവിടുത്തെ ജൈവവൈവിധ്യത്തെ കുറിച്ചുള്ള അദ്ദേഹമായിട്ടുള്ള സംസാരത്തിലാണ് വാഴച്ചാലിലേക്ക് 89-ൽ ആദ്യമായിട്ട് ഞാൻ വാഴച്ചാൽ വനാന്തരങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നത്. ഇപ്പോ പലരും എൻ്റെ അടുത്ത് ചോദിച്ചു, എവിടെയാണ് ഈ ആനക്കയം? എല്ലാവർക്കും വാഴച്ചാൽ അറിയാം, അതിരപ്പള്ളി അറിയാം, പക്ഷെ ഷോളയാർ അറിയാം, പക്ഷെ അതിനിടയ്ക്കുള്ള ആനക്കയം അറിയില്ല. അപ്പൊ നമ്മൾ വാഴച്ചാൽ വിട്ട് കഴിഞ്ഞാൽ, വാഴച്ചാൽ ചാർപ്പ ചെക്ക് പോസ്റ്റ് വിട്ട് കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 16 കിലോമീറ്റർ അകലെയാണ് ഈ ആനക്കയം. വാച്ചുമരം ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. വാച്ചുമരം സ്റ്റേഷൻ കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റേഷനാണ് ആനക്കയം. ഇപ്പൊ ആനക്കയം തൊട്ടാണ് ശരിക്കും വാഴച്ചാൽ വിട്ട് കഴിഞ്ഞാൽ ഏറ്റവും നിബിഡമായ കാടുകൾ ആരംഭിക്കുന്നത്. വാഴച്ചാൽ തൊട്ട് ആനക്കയം മുതൽ ഷോളയാർ വരെയുള്ള നല്ലൊരു സ്ട്രെച്ച്, നല്ലൊരു നിബിഡമായ വനവും നല്ല തണുത്ത ഒരു, നമ്മൾ ഇതിൽ കൂടെ എയർ കണ്ടീഷനുള്ള ഇതിൽ കൂടെ സഞ്ചരിക്കുമ്പോഴും നമുക്ക് തോന്നാറുണ്ട്. ഇത് ആനക്കയം ചാലക്കുടി പുഴ ഒഴുകുന്ന ആനക്കയം റിസർവേയർ കഴിഞ്ഞിട്ടുള്ള ആനക്കയം പ്രധാനപ്പെട്ട ഫോറസ്റ്റ് സ്റ്റേഷൻ കഴിഞ്ഞിട്ടുള്ള ചാലക്കുടി പുഴയുടെ ഒഴുക്കാണ്. നമ്മൾ ആ പാലത്തിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ എത്ര നേരം വേണമെങ്കിലും നമുക്കിങ്ങനെ ഈ ചാലക്കുടി പുഴ ഇങ്ങനെ അനർഗളം പ്രവഹിക്കുന്നത് നമുക്ക് നോക്കി നിൽക്കാൻ തോന്നും. അത്രമാത്രം വളരെ മനോഹരമാണ് ആനക്കയത്തെ കാഴ്ചകൾ. പലപ്പോഴും വണ്ടിയിൽ പോകുന്നവരവിടെ നിർത്തിയിട്ട് പോകാറുണ്ട്. പക്ഷെ ഇപ്പൊ ഫോറസ്റ്റിന്റെ അനുവാദം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അധികം നേരം ആനക്കയത്ത് തങ്ങാൻ പറ്റുകയില്ല. നമുക്ക് പക്ഷി നിരീക്ഷണത്തിനും അങ്ങനെ പഠനത്തിനൊക്കെ പോകുന്നവർക്ക് മാത്രമേ ആനക്കയത്ത് കൂടുതൽ നേരം തങ്ങാൻ കഴിയുകയുള്ളൂ. ആനക്കയം ഷോളയാർ ഭാഗത്തിലെ വളരെ നല്ല മഴക്കാടുകളാണ്. ഈ മഴക്കാടുകളാണ് ഇപ്പോ ഈ പദ്ധതിക്ക് വേണ്ടിയിട്ട് ഇവിടെയുള്ള മരങ്ങളാണ് മുറിച്ചു മാറ്റാൻ പോകുന്നതെന്ന് കേട്ടു. ഇതും ആനക്കയം, നമ്മൾ ആനക്കയം റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ കാണുന്ന ഈ ഭാഗത്തും കാണുന്ന വനാന്തരങ്ങളാണ്, മഴക്കാടുകളാണ്, എവർഗ്രീൻ ഫോറസ്റ്റ് ആണ്, നിത്യഹരിത വനങ്ങൾ. നിത്യഹരിത വനങ്ങളുടെ പല ലെയറാണ്. ഇപ്പൊ ഇതുപോലുള്ള മോസും, ഇപ്പോൾ നമ്മൾ വാഴച്ചാൽ വനാന്തരങ്ങളിൽ ഇത് കാണില്ല. പക്ഷെ ഈ ആനക്കയം മുതൽ ഷോളയാറുള്ള വനങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലുള്ള മോസും ഫംഗ എല്ലാം പറ്റിപ്പിടിച്ചിരിക്കുന്ന മരങ്ങളും അതുപോലെ ചെടികളും വള്ളിപ്പടർപ്പുകളൊക്കെ കാണാം. അത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വനമേഖല എന്ന് കാണിക്കുന്നതിനാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു നിത്യഹരിത വനമാണ് ആനക്കയം. അപ്പോ എല്ലാവരും ചോദിക്കുന്നു, ആനക്കയം എന്താണ് ഈ ആനക്കയം ചെറുകിട ജലവൈദ്യുത പദ്ധതി എന്നുള്ളത്. അപ്പോ ആനക്കയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആനക്കയത്തും ഷോളയാറിൽ നിന്നുള്ള പവർ ഹൗസിൽ നിന്നുള്ള വെള്ളം വീണ്ടും ഒരു ടണലിലൂടെ കടത്തി വിട്ടിട്ട് ഒരു വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് KSEB ലക്ഷ്യമിടുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഏതാണ്ട് 75 മെഗാവാട്ട് ശേഷിയുള്ള ഒരു യൂണിറ്റാണ് അവർ സ്ഥാപിക്കുന്നത് അവകാശപ്പെടുന്നത്. 150 കോടി രൂപ ചെലവെന്നാണ് അവർ പറയുന്നത്. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് അതിരപ്പള്ളി വനമേഖലയിലുള്ള 20 ഏക്കർ നിബിഡമായിട്ടുള്ള വനമാണ് മുറിച്ചു മാറ്റുന്നത്. അപ്പൊ അതിന് 625 മരങ്ങൾ ഈ ഘട്ടത്തിൽ മുറിച്ചു മാറ്റാൻ KSEB കരാർ നൽകിയിട്ടുണ്ടെന്നും നമ്മൾ വാർത്തകളിലൂടെ അറിയുന്നുണ്ട്. പിന്നീട് ചെയ്യാന്ന് വെച്ചാൽ വനത്തിനുള്ളിൽ 5.5 കിലോമീറ്റർ, അതിൽ ചിത്രത്തിൽ കാണാം, വനത്തിനുള്ളിൽ 5.5 കിലോമീറ്റർ ഒരു ടണൽ, മല തുരന്നിട്ട് ഒരു ഭൂഗർഭ ടണൽ ഉണ്ടാക്കും. ഇതിനൊന്നും യാതൊരു വിധത്തിലുള്ള പരിസ്ഥിതി ആഘാതം ഉണ്ടാവില്ലെന്നാണ് KSEB അവകാശപ്പെടുന്നത്. അപ്പോ ഈ മേൽപ്പറഞ്ഞ നിർമ്മാണങ്ങൾ മൂലം ഉണ്ടാകുന്ന ഒരു പരിസ്ഥിതി ആഘാത പഠനങ്ങളോ ഒന്നും തന്നെ ഈ KSEB നടത്തിയിട്ടില്ല. ഏത് പദ്ധതി നടപ്പിലാക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ള പരിസ്ഥിതി ആഘാത പഠനം നടത്തണം, എൻവയോൺമെന്റൽ അസസ്മെന്റ് നടത്തിയിട്ട് മാത്രമേ നമുക്ക് അതുമായി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പക്ഷെ അങ്ങനെ ഒരു അസസ്മെന്റ് ഒന്നും ഈ പദ്ധതിയിൽ നടത്തിയിട്ടില്ല. പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ വനമേഖലയിലാണ് ആദ്യമായിട്ട് ആദിവാസികൾക്ക് അവർക്ക് നിയമപരമായിട്ട് അവർ അധിവസിക്കുന്ന മേഖലയിലുള്ള നിലനിൽപ്പ് അവകാശം ലഭിച്ച ആദ്യ വനമേഖലയാണ് ആതിരപ്പള്ളി. പക്ഷെ അവരുടെ യാതൊരു വിധത്തിലുള്ള ഇതും ചോദിച്ചിട്ടില്ല. അവരുടെ ഊരുകൂട്ടങ്ങളുടെ അനുവാദത്തോടു കൂടി മാത്രമേ ഇങ്ങനെ ഒരു ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അവർക്ക് അവകാശപ്പെട്ട മേഖലയും കൂടിയാണ് KSEB യാതൊരു ഇതുമില്ലാതെ കടന്നു കയറുന്നത്. പിന്നെ 2018 ഏറ്റവും ആഗസ്റ്റിൽ ആനക്കയം ഇവരുടെ കോളനിക്കടുത്ത് വളരെ നന്നായിട്ടുള്ള ഉരുൾപൊട്ടലുണ്ടായി. അപ്പോൾ ഉരുൾപൊട്ടൽ മേഖല ഉണ്ടാകുന്ന
ഈ പദ്ധതി പ്രകാരം സൃഷ്ടിക്കുന്ന ദുരന്ത സാധ്യതകളെ കുറിച്ച് പോലും ഒന്നും KSEB പറയുന്നില്ല. അപ്പോൾ ഗാഡ്ഗിലിന്റെ ഇതിലും മാധവ് ഗാഡ്ഗിലിന്റെ ഇതിലും അതുപോലെ തന്നെ കസ്തൂരിരംഗൻ റിപ്പോർട്ടിലെല്ലാം വളരെ പരിസ്ഥിതി ലോലമായ ഒരു പ്രദേശം എന്നാണ് ഈ ആനക്കയത്തിനെ പറയുന്നത്. ആ പ്രദേശത്താണ് ഈ പദ്ധതി വരുന്നത്. അപ്പോൾ അതിരപ്പള്ളിയിൽ നമ്മൾ തുടങ്ങിയതാണ്. സേവ് അതിരപ്പള്ളി ക്യാമ്പയിനിൽ നമ്മൾ തുടങ്ങി വളരെ കാലം നമ്മൾ വളരെ ശക്തമായി എല്ലാ പ്രകൃതി സ്നേഹികളും പരിസ്ഥിതി പ്രവർത്തകരും കൂട്ടായ്മയായിട്ട് പ്രവർത്തിച്ച ഡോക്ടർ ലതയെ ഇവിടെ ഈ അവസരത്തിൽ ഞാൻ അനുസ്മരിക്കുന്നു. ഡോക്ടർ ലതയുടെയും അതുപോലെ തന്നെ രവി, അവരുടെ എല്ലാവരുടെയും മറ്റ് പരിസ്ഥിതി സംഘടനകളുടെയും അതുപോലെ പരിസ്ഥിതി പ്രവർത്തകരുടെയും പ്രകൃതി സ്നേഹികളുടെ എല്ലാം നിശ്ചയദാർഢ്യത്തിന്റെ ഫലമായിട്ടാണ് നമുക്ക് അതിരപ്പള്ളിയെ ഇത്രയും വർഷം ഈ KSEBയുടെ ഇതിൽ നമുക്ക് നിലനിർത്താൻ കഴിഞ്ഞത്. അതുപോലൊരു ഒരു സമര പരിപാടി തന്നെയാണ് നമുക്ക് ആനക്കയത്തിൽ നമുക്ക് അവലംബിക്കേണ്ടി വരുന്നത്. ഇനി ആനക്കയത്തിലെ ജൈവവൈവിധ്യത്തെ കുറിച്ച് ആനക്കയത്തിലെയും അതിരപ്പള്ളി വാഴച്ചാൽ വനമേഖലയിലെ ജൈവവൈവിധ്യത്തെ കുറിച്ച് പറയാം. ആദ്യമായിട്ട് പക്ഷികളെ കുറിച്ച് പറയാം. അപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ പക്ഷികളെ കുറിച്ച് പഠനം നടത്തിയിട്ടുള്ളത് ഞാൻ പ്രവർത്തിക്കുന്ന വർബ്ലസ് ആൻഡ് മേഡേഴ്സ്, തിരുവനന്തപുരത്തെ വർബ്ലസ് ആൻഡ് മേഡേഴ്സ് ആണ്. 1987 മുതൽ അവിടെ പക്ഷി നിരീക്ഷണം നടത്തുന്നുണ്ടെങ്കിലും 1990 മുതൽ 95 മുതൽ 2016 വരെ വർബ്ലസ് ആൻഡ് മേഡേഴ്സ് അവിടെ ഇടയ്ക്കുള്ള സീസണുകളിലും ചിലപ്പം തുടർ വർഷങ്ങളിലൊക്കെ ഞങ്ങൾ സർവേ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ 1990 ആദ്യത്തെ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്ത് 213 പക്ഷികളാണ്. പിന്നീട് 2001 196 പക്ഷികൾ, 2016 202. അപ്പൊ അത് കഴിഞ്ഞിട്ട് 2019 വനം വകുപ്പും അതുപോലെ തന്നെ ഹോൺബിൽ സൊസൈറ്റിയും കൂടെ ചേർന്ന് നടത്തിയ സർവേയിലും വർബ്ലസ് ആൻഡ് മേഡേഴ്സിന്റെ അംഗങ്ങൾ പങ്കെടുക്കേണ്ട 2019. അങ്ങനെ മൊത്തം നമുക്ക് 271 പക്ഷികളെ ഈ വനമേഖലയിൽ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ തന്നെ 16 എൻഡമിക് സ്പീഷീസ് ആയിട്ടുള്ള കേരളത്തിലെ പശ്ചിമഘട്ടത്തിലെ തനത് സ്പീഷീസിൽ 14 എണ്ണവും വാഴച്ചാൽ വനമേഖലയിൽ കണ്ടിട്ടുണ്ട്. പ്രധാനപ്പെട്ട മലബാർ ഗ്രേ ഹോൺബിൽ, കോഴി വേഴാമ്പൽ, അതുപോലെ നീലഗിരി പിപ്പറ്റ് എന്ന് വിളിക്കുന്ന നീലഗിരി വരമ്പൻ, അതുപോലെ മലബാർ പാരക്കീറ്റ്, കാട്ടു തത്ത, നീലഗിരി ഫ്ലൈ ക്യാച്ചർ, നീലഗിരി പാറ്റാപിടിയൻ, വൈറ്റ് ബെല്ലഡ് ബ്ലൂ റോബിൻ എന്ന് വിളിക്കുന്ന നമ്മുടെ സന്ധ്യക്കിളി, അത് കഴിഞ്ഞ് മരപ്രാവ്, നീലഗിരി വുഡ് പീജൻ, അത് കഴിഞ്ഞ് കരിഞ്ചമ്പൻ പാറ്റാപിടിയൻ എന്ന് വിളിക്കുന്ന ബ്ലാക്ക് ആൻഡ് ഓറഞ്ച് ഫ്ലൈ ക്യാച്ചർ, ഗ്രേ ഹെഡഡ് ബുൾബിൾ, ഇങ്ങനെ 14 ഇനം പക്ഷികളെ പശ്ചിമഘട്ടത്തിലെ തനത് സ്പീഷീസിനെ ഈ വനമേഖലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഹലോ, കേൾക്കാമോ എല്ലാവർക്കും? ഹലോ, കേൾക്കാം സാർ, കേൾക്കാം. ഓക്കെ. അപ്പോ മറ്റു ബയോഡൈവേഴ്സിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ആനക്കയത്ത് നമ്മൾ മറ്റേ വാഴച്ചാൽ വനമേഖലയിൽ 271 ഉണ്ടെങ്കിൽ അതിൽ ആനക്കയത്ത് 190 എണ്ണം പക്ഷികളെ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വയനാട് ലാഫിംഗ് ത്രഷ് എന്ന് വിളിക്കുന്ന ചിലപ്പനാണ്. വടക്കൻ ചിലപ്പൻ എന്ന് വിളിക്കുന്ന ആ പക്ഷി വളരെ അപൂർവമാണ് ഇപ്പോൾ നമ്മുടെ കാടുകളിൽ, ത്രെറ്റൻഡ് സ്പീഷീസ് ആണ്. അപ്പോൾ വയനാട് ലാഫിംഗ് ത്രഷിനെ ആനക്കയം മുതൽ ഷോളേർ വരെയുള്ള വനാന്തരങ്ങളിൽ നമ്മൾ സർവേയിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ അതിരപ്പള്ളി പോലെ തന്നെ മലബാർ പൈഡ് ഹോൺബിലിന്റെ, പാണ്ടൻ വേഴാമ്പലിന്റെ മറ്റൊരു നല്ലൊരു ആവാസ വ്യവസ്ഥ ആനക്കയത്തുണ്ട്. ആനക്കയം വരെയാണ് ഈ മലബാർ പൈഡ് ഹോൺബിലിനെ നമ്മൾ വാഴച്ചാലിലെ സർവേയിൽ കണ്ടിട്ടില്ല. ആനക്കയത്തിനപ്പുറത്തേക്ക് മലബാർ പൈഡ് ഹോൺബിലിനെ ഉയർന്ന വനാന്തരങ്ങൾ കണ്ടിട്ടില്ല. അതുപോലെ ഓറഞ്ച് പേസ്റ്റഡ് ഗ്രീൻ പിജൻ എന്ന് പറയുന്ന പച്ചപ്രാവ്, അതുപോലെ ലാർജ് ഹാക്കോക്ക് എന്ന് വിളിക്കുന്ന കുയിൽ വർഗ്ഗക്കാരനെ, പേക്കുയിൽ വർഗത്തിൽപ്പെട്ട ദേശാടകനായ അപൂർവ ദേശാടകൻ, പിന്നീട് ചാരത്തലയൻ മീൻ പരുന്ത് എന്ന് വിളിക്കുന്ന വലിയ മീൻ പരുന്ത്, ലെസർ ഫിഷീകൾ, ചെറിയ മീൻ പരുന്ത്, അതുപോലെ ബോണാലിസീകൾ എന്ന് വിളിക്കുന്ന വലിയ പരുന്ത്, ഗ്രേറ്റ് ഇന്ത്യൻ ഹോൺബിൽ, നമ്മുടെ മലമുഴയ്ക്ക് സംസ്ഥാന പക്ഷിയായ മലമുഴയ്ക്ക് വേഴാമ്പല്, ഗ്രേറ്റ് നൈഞ്ചർ എന്ന ചെവിയൻ രാച്ചക്കു, ഈ കാണുന്ന പക്ഷി, അതുപോലെ മരപ്രാവ്, ബ്ലാക്ക് ആൻഡ് ഓറഞ്ച് ഫ്ലൈ ക്യാച്ചർ. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ഇവിടെ നമ്മുടെ ആനക്കയം വനമേഖലയിൽ കാണുന്ന പക്ഷികൾ. ഇപ്പോ ഇതിലെ പശ്ചിമഘട്ടത്തിലെ തനത് സ്പീഷികൾ എന്ന് വിളിക്കുന്ന നമുക്ക് വൈറ്റ് ബെല്ലിഡ് ട്രീപ്പൈ എന്ന് വിളിക്കുന്ന കാട്ടൂഞ്ഞാലി, സന്ധ്യക്കിളി എന്ന് വിളിക്കുന്ന വൈറ്റ് ബെല്ലിഡ് ഷോർട്ട് വിങ്, അതുപോലെ ക്രിംസൺ ബാക്ക്ഡ് സൺബേർഡ് എന്ന് പറഞ്ഞ ചെറുതേൻകിളി, കുറച്ചുകൂടി ആനക്കയത്തിന് കുറച്ച് ഉയർന്ന മേഖലയിൽ കാണുന്ന ബ്രോട്ടൈൽഡ് ഗ്രാസ് ബേർഡ് എന്ന് വിളിക്കുന്ന പുൽക്കുരുവി, ഇതെല്ലാം വളരെ അപൂർവമായിട്ടുള്ള പശ്ചിമഘട്ടത്തിൽ വളരെയധികം വംശനാശ ഭീഷണി നേരിടുന്ന പക്ഷികളും കൂടിയാണ്. അതുപോലെ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു വാഴച്ചാൽ വനമേഖലയിലാണ് ഏറ്റവും കൂടുതൽ എനിക്ക് റൂഫസ് ബാബിൾ എന്ന് വിളിക്കുന്ന ചെഞ്ചിലപ്പനെ കാണുന്നുള്ളത്. വാഴച്ചാൽ മുതൽ ഷോളാർ വരെയുള്ള വനമേഖലയിൽ വളരെ സാധാരണമായിട്ട് ഈ പക്ഷിയെ കാണാം. പക്ഷെ മറ്റു വനമേഖലയിൽ അത്രയും നന്നായിട്ട് ഈ പക്ഷിയെ കാണാൻ കഴിയുകയില്ല. അതുപോലെ വൈറ്റ് ബെല്ലിഡ് ബ്ലൂ ഫ്ലൈ ക്യാച്ചർ എന്ന് വിളിക്കുന്ന വെണ്ണീലി പാറ്റാപിടിയൻ, അതുപോലെ ഡോളർ ബേർഡ്, ഇത് പനങ്കാക്കയാണ്, കാട്ടുപനങ്കാക്ക. റോഡ് സൈഡ് പോലും ഇത് ആനക്കയത്ത് നിന്ന് വാഴച്ചാൽ എന്ന ആനക്കയത്തേക്ക് വരുന്ന റോഡ് സൈഡിൽ ഒരു ഇലക്ട്രിക് ലൈനിൽ ഇരിക്കുന്ന ഡോളർ ബേർഡാണ്. അതിനെയും വളരെ നന്നായിട്ട് നമുക്ക് ഈ വനമേഖലയിൽ കാണാൻ കഴിയും. അതുപോലെ വാലുകുലിക്ക് എന്ന് വിളിക്കുന്ന ഫോറസ്റ്റ് വാക്ടൈൽ, തീക്കാക്ക,
വളരെ സൗന്ദര്യമുള്ള തീക്കാക്കയുടെ വളരെ നല്ലൊരു സാന്നിധ്യം വാഴച്ചാൽ വനമേഖലയിലുണ്ട്. അതുപോലെ ഗോൾഡ് ഫ്രണ്ടഡ് ലീഫ് ബേർഡ് എന്ന് വിളിക്കുന്ന കാട്ടിലെ കിളി, ലെസർ കൗക്കൽ എന്ന് വിളിക്കുന്ന പുല്ലൂപ്പൻ എന്ന് വിളിക്കുന്ന പുല്ലൂപ്പൻ വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ പുൽപ്പരപ്പിലുകളിലൊക്കെ കാണുന്നുള്ളൂ. പക്ഷേ ആനക്കയം വനമേഖലയിൽ പുല്ലൂപ്പനെ വളരെ നന്നായിട്ട് കാണുന്നുണ്ട്. ബ്ലിസ് സ്റ്റാർലിംഗ് എന്ന് വിളിക്കുന്ന ബ്ലിസ് മൈന. അതുപോലെ ദേശാടകരുടെയും നല്ലൊരു സാന്നിധ്യം വാഴച്ചാൽ ഈ ആനക്കയം വനമേഖലയിലുണ്ട്. വാലുകുലുക്കിയിലെ പക്ഷിയിൽപ്പെട്ട വഴികുലുക്കി എന്ന് വിളിക്കുന്ന ഗ്രേ വാക്ടൈൽ, അതുപോലെ നന്നായിട്ട് പാടുന്ന ചുണ്ടൻ കുരുവി എന്ന് വിളിക്കുന്ന ലാർജ് ബിൽഡ് ലീഫ് വാർബ്ലർ, ബ്ലൂ ബേർഡ് ബീറ്റർ. വേലിത്തത്തകളിൽ വളരെ അപൂർവനായിട്ടുള്ള കാട്ടുപക്ഷിയാണ് ബ്ലൂ ബേർഡ് ബീറ്റർ, താടിക്കാരൻ വേലിത്തത്ത. അതുപോലെ ബ്രോൺസ് ഡ്രോങ്കോ, ലളിതക്കിളി, ലളിതക്കാക്ക എന്നൊക്കെ വിളിക്കും. പരുന്ത് വർഗ്ഗക്കാരുടെ നല്ലൊരു സാന്നിധ്യം, റാപ്റ്റേഴ്സിന്റെ നല്ലൊരു സാന്നിധ്യമുള്ള ഒരു വനമേഖലയാണ് ഈ ആനക്കയം. ക്രസ്റ്റഡ് ഹോക്കികൾ എന്ന് വിളിക്കുന്ന കിന്നരിപ്പരുന്ത്, അതുപോലെ ക്രസ്റ്റഡ് സെർപ്പന്റീകൾ എന്ന് വിളിക്കുന്ന പാമ്പിനെയൊക്കെ ആഹാരമാക്കുന്ന ചുട്ടിപ്പരുന്ത്, അതുപോലെ ക്രസ്റ്റഡ് ഘോഷ, മലമ്പുള്ള, കാട്ടുപുള്ള എന്ന് വിളിക്കുന്ന ശിക്രയുടെ അനത്തിൽപ്പെട്ട പ്രാപ്പിഡിയനാണ്. ഇതിന്റെ കൂടുകെട്ടില് സ്ഥിരമായിട്ട് ആനക്കയം വാച്ചുമരം വനമേഖലയിൽ സ്ഥിരമായിട്ട് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അത് വളരെ അപൂർവമായി കൊണ്ടിരിക്കുന്ന ഒരു പക്ഷിയാണ്. പിന്നെ ഉയർന്ന വിതാനങ്ങളിൽ കാണുന്ന കോമൺ കെസ്റ്റൽ, വിരയാൻ പുള്ള എന്ന് വിളിക്കുന്ന, അത് വാഴച്ചാൽ മേഖലയിൽ അധികം കാണാറില്ല. പക്ഷെ ആനക്കയം ഫോറസ്റ്റ് സ്റ്റേഷൻ മുതൽ നമ്മൾ ഉയർന്ന വിതാനങ്ങളിലേക്കുള്ള വനാന്തരങ്ങളിലേക്ക് കടക്കുമ്പോൾ വിരയൻ പുള്ളിന്റെ നല്ല സാന്നിധ്യം നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ വാഴച്ചാൽ വനമേഖലയിൽ, അതുപോലെ ഈ ആനക്കയം വനമേഖലയിൽ വളരെയധികം ത്രെറ്റൻഡ് ആയിട്ടുള്ള ഒരു പക്ഷിയാണ്. ഈ വനമേഖലയിൽ ഈ കാട്ടിലെ വെള്ളച്ചാട്ടങ്ങൾക്കരികിലും അതുപോലെ തെളിനീർ തടാകങ്ങൾക്കരികിലും കാണുന്ന ലെസർ ഫിഷിംഗ് ഈഗിൾ എന്ന് വിളിക്കുന്ന ചെറിയ മീൻപരുന്ത്. ഈ മീൻപരുന്ത് ഇപ്പോൾ വംശനാശ ഭീഷണിയിലാണ്. അപ്പൊ അതിന്റെ ആവാസ വ്യവസ്ഥ വളരെയധികം ശോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഈ ആനക്കയത്തിന്റെ നാശമുണ്ടായാൽ ഈ ലെസർ ഫിഷിംഗ് ഈഗിൾ പോലുള്ള പക്ഷികളുടെ നാശവും ഉണ്ടാകുമെന്ന് ഉറപ്പിച്ച് നമുക്ക് പറയാൻ കഴിയും. ഇതിന്റെ തന്നെ ഗ്രേ ഹെഡഡ് ഫിഷിംഗ് ഈഗിൾ എന്ന് വിളിക്കുന്ന വലിയ മീൻപരുന്തും വാഴച്ചാലുണ്ട്. ഈ രണ്ട് മീൻപരുന്തിനെയും ഒരുമിച്ച് കാണുന്ന വേറെ വനമേഖല കേരളത്തിൽ വളരെ അപൂർവമായിരിക്കും. വാഴച്ചാൽ വനമേഖലയിൽ ഈ രണ്ട് മീൻപരുന്തുകളെയും ത്രെറ്റൻഡ് ആയിട്ടുള്ള ഈ രണ്ട് മീൻപരുന്തിനെയും കാണാൻ കഴിയുന്നതാണ് ഏറ്റവും വലിയ സവിശേഷത. നേരത്തെ പറഞ്ഞ ഡോളർ ബേർഡ് വാഴച്ചാലിലെ പക്ഷി വൈവിധ്യമാണ്. പാരഡൈസ് ഫ്ലൈ ക്യാച്ചർ, ഹിമാലയത്തിൽ നിന്ന് വരുന്ന ദേശാടകൻ, അതുപോലെ മലബാർ വെസ്ലിംഗ് ത്രഷ്, ചൂളക്കാക്ക, ഡ്രോങ്കോ കൂക്കു അധികം ആൾക്കാർക്ക് കാണാൻ, പക്ഷി നിരീക്ഷകനെ വളരെ അപൂർവമായിട്ട് കാണുന്ന ഒരു ലഘുദേശാടന പക്ഷിയാണ്. ഇത് ആനറാഞ്ചി കുയിലെന്നോ കാക്കത്തമ്പുരാട്ട് കുയിലെന്നോ ഒക്കെ വിളിക്കുന്ന കുയിലും ആനറാഞ്ചിയുടെയും ഡ്രോങ്കോയുടെയും ഒരു സ്വഭാവമുള്ള ഒരു പക്ഷിയാണിത്. ഇതിനെ നന്നായിട്ട് ഏറ്റവും കൂടുതൽ കാണുന്നത് ആനക്കയം വനമേഖലയാണ്. നല്ല പ്രസൻസിന്റെ നമ്മുടെ പക്ഷി സർവേയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ എല്ലാവരും എപ്പോഴും പറയാറുള്ള ഏറ്റവും കൂടുതൽ വാഴച്ചാൽ വനമേഖലയിൽ കാണുന്ന ഗ്രേറ്റ് ഹോൺബിൽ, നമ്മുടെ മലമുഴക്കി വേഴാമ്പല്, ഇവയുടെ കൂടുകെട്ടിൽ ഏറ്റവും കൂടുതൽ നന്നായിട്ട് സംരക്ഷിതമായി ഇപ്പോൾ കാടരുടെ ആദിവാസികളുടെ സംരക്ഷണത്തോടു കൂടി നടത്തുന്ന ഒരു മേഖലയാണ് വാഴച്ചാൽ. ആനക്കയം മേഖലയിൽ ഇവയുടെ കൂട് നന്നായിട്ട് കാണുന്നുണ്ട്. പിന്നീട് മലബാർ പൈഡ് ഹോൺബിൽ, പാണ്ടൻ വേഴാമ്പൽ. ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വാഴച്ചാൽ വനമേഖലയിൽ നമ്മുടെ കേരളത്തിൽ കാണുന്ന 4 വേഴാമ്പലുകളെയും കാണുന്നതാണ്. മലമുഴക്കി വേഴാമ്പൽ, പാണ്ടൻ വേഴാമ്പൽ, അതുപോലെ ഇത് ആനക്കയം ഫോറസ്റ്റ് സ്റ്റേഷൻ അടുത്ത് നടത്തിയിരിക്കുന്ന ഒരു ചിത്രമാണ് മലബാർ ഗ്രേ ഹോൺബിൽ, നമ്മുടെ കോഴി വേഴാമ്പൽ. പിന്നീട് അതിരപ്പള്ളി വരെ കാണുന്നു. അതിരപ്പള്ളിക്ക് മുകളിലേക്കുള്ള വനപ്രദേശത്ത് ഈ കോമൺ ഗ്രേ ഹോൺബിലിനെ കണ്ടിട്ടില്ല, നാട്ടുവേഴാമ്പല്. അതിരപ്പള്ളി വരെ കാണുന്ന നാട്ടുവേഴാമ്പൽ. ഇങ്ങനെ 4 വേഴാമ്പലയും കാണുന്ന ഒരു പ്രത്യേകത ഈ വനമേഖലയ്ക്കുണ്ട്. സ്പോട്ടഡ് ബാബ്ലർ, പുള്ളിച്ചിലപ്പൻ എന്ന് വിളിക്കുന്ന വളരെ അണ്ടർഗ്രോത്തിൽ വളരെ ഷൈ ആയിട്ട് കാണുന്ന ഒരു പക്ഷിയാണ്. ഈ വനമേഖലയിൽ കാണുന്ന വളരെയധികം സാധാരണമായി കാണുന്ന ഒരു പക്ഷിയാണ്. നേരത്തെ പറഞ്ഞ നമ്മുടെ എൻഡമിക് ആയിട്ടുള്ള വൈറ്റ് ബെല്ലി ട്രീപ്പി, വലിയ മരങ്ങളും അതുപോലെ തന്നെ നല്ല കാടും പടർപ്പുണ്ടെങ്കിൽ മാത്രമേ ഈ പക്ഷിക്ക് അധിവസിക്കാൻ കഴിയുകയുള്ളൂ. ഇവയുടെ നല്ല ഗ്രൂപ്പുകളായിട്ട് ഇവയെ ആനക്കയം വനമേഖലയിൽ കാണുന്നുണ്ട്. പിന്നീട് വെസ്റ്റേൺ ക്രൗണ്ട് വാർബ്ലർ എന്ന് വിളിക്കുന്ന ചെറു കിന്നരി പൊടിക്കുരുവി എന്ന് വിളിക്കുന്ന, ഇതും ഒരു മഴക്കാടുകളിൽ മാത്രമാണ് ഇവയുടെ സാന്നിധ്യം കൂടുതൽ നമ്മൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്, ഉയർന്ന വിതാനങ്ങളിൽ. അപ്പോൾ ഷോളയാറിനും വാനക്കയത്തിനിടയിലുള്ള കാടുകളിൽ കാണുന്ന ഒരു ദേശാടകനായിട്ടുള്ള ഒരു പൊടിക്കുരുവിയാണ് വെസ്റ്റേൺ ക്രൗണ്ട് വാർബ്ലർ. ഇതിനെയും ആനക്കയത്ത് കണ്ടെത്തിയിട്ടുണ്ട്. പിന്നീട് ഉയർന്ന വിതാനങ്ങളിൽ കാണുന്ന ഓറിയന്റൽ വൈറ്റ് ഐ, വെള്ളക്കണ്ണിക്കുരുവി എന്ന് വിളിക്കുന്ന, വളരെ ഭംഗിയുള്ള കണ്ണിന് ചുറ്റും വെള്ള വലയമുള്ള ഒരു ഉയർന്ന വിതാനങ്ങളിൽ കാണുന്ന, ഹയർ എലിവേഷനിൽ കാണുന്ന പക്ഷിയാണ് ഓറിയന്റൽ വൈറ്റ് ഐ. തേൻകിളികളിൽ വളരെ വലിപ്പമുള്ള തേൻകിളി മാടൻ എന്ന് വിളിക്കുന്ന ലിറ്റിൽ സ്പൈഡർ ഹണ്ടർ. ഇവയുടെയും നല്ല സാന്നിധ്യം ആനക്കയത്തുള്ള വനമേഖലയിൽ കാണുന്നുണ്ട്. നമ്മുടെ ഭാരതത്തില്
ഏക തത്ത, ബാക്കിയെല്ലാം പാരക്കീറ്റ്സ് ആണ്. തത്ത എന്ന് വിളിക്കുന്ന, പാരറ്റ് എന്ന് വിളിക്കുന്ന ഏക തത്ത ഈ തത്തച്ചിഹ്നനാണ്, വെർണൽ ഹാങ്ങിങ് പാരറ്റ്. ഇവയുടെയും നമ്മുടെ ബോംബാക്സ് എന്ന് വിളിക്കുന്ന നമ്മുടെ കാട്ട് ഇലവ് പൂക്കുമ്പോൾ ഇവയുടെ വലിയ സംഘം ഈ ആനക്കയം, ഷോളയാറ്, അതുപോലെ വാഴച്ചാൽ വനമേഖലകളിൽ കൂട്ടമായിട്ട് എത്താറുണ്ട്. വളരെ കാണാൻ അഴകുള്ള ഓറഞ്ച് മിനിവെട്ട്, തീക്കുരുവി, ഇവയുടെയും നല്ല സാന്നിധ്യം ആനക്കയം വനമേഖലയിലുണ്ട്. ഹെഡ് സ്പോട്ടഡ് വുഡ്പക്കർ എന്ന് വിളിക്കുന്ന, നമുക്ക് പക്ഷി നിരീക്ഷകർക്ക് വളരെ കൗതുകമുണ്ടാക്കുന്ന ഒരു ചെറിയ ഒരു കറുപ്പും വെളുപ്പും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള ഒരു മരംകൊത്തിയാണ് ചിത്രാംഗതൻ മരംകൊത്തി എന്ന് വിളിക്കുന്ന ഹെഡ് സ്പോട്ടഡ് വുഡ്പക്കർ. ഇവയുടെ ചിറകില് ഹൃദയത്തിന്റെ ആകൃതിയിലുള്ള വെള്ള അടയാളം ഉള്ളതുകൊണ്ട് തന്നെ ഹെഡ് സ്പോട്ടഡ് വുഡ്പക്കർ എന്ന് വിളിക്കുന്നത്. അതുപോലെ തീക്കാക്ക നേരത്തെ ഞാൻ കാണിച്ചു. പിന്നീട് രാത്രിഞ്ചരം പക്ഷികളുടെ, അതും അപൂർവരായിട്ടുള്ള മൂങ്ങകളുടെ വളരെ നല്ല സാന്നിധ്യമാണ് ഈ ആനക്കയം വനമേഖലയിൽ കാണുന്നത്. നമ്മുടെ ആനക്കയം ഫോറസ്റ്റ് സ്റ്റേഷന്റെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ രാത്രി സ്പോട്ട് ബിൽഡ് ഈഗിളുകളുടെ നന്നായി ശബ്ദം കേൾക്കാൻ പറ്റും. ഇവയെ കാണാനും കഴിയും. വൻമരങ്ങളിൽ പകല് ഉറങ്ങുന്ന ഈ സ്പോട്ട് ബിൽഡ് ഈഗിളുകളെ കാണാൻ കഴിയും. വലിയ കാട്ടുമൂങ്ങ, ചെവിയൻ കാട്ടുമൂങ്ങ എന്നൊക്കെ വിളിക്കുന്ന വലിയ മൂങ്ങയാണ്. അതുപോലെ ഇപ്പോൾ വംശനാശ ഭീഷണി നേരിടുന്ന ഒരു പക്ഷിയാണ് ബ്രൗൺ ഫിഷുകൾ എന്ന് വിളിക്കുന്നത്. ഞങ്ങളൊക്കെ പക്ഷി നിരീക്ഷണം തുടങ്ങുന്ന സമയത്ത് വളരെ സുലഭമായി കാട്ടരുവികളിലൊക്കെ കണ്ടിരുന്ന ഒരു പക്ഷിയാണ് ബ്രൗൺ ഫിഷുകൾ, മീൻകൂമൻ. പക്ഷെ ഇപ്പോൾ മീൻകൂമന്റെ സാന്നിധ്യം വളരെ കുറവാണ്. നമ്മുടെ ആനക്കയം, അതുപോലെ തന്നെ ഷോളയാർ വനമേഖലയിൽ വാഴച്ചാലിലൊക്കെ ഇവയെ കാണുന്നുണ്ട്. അതുപോലെ ഏറ്റവും നല്ല സാന്നിധ്യം കാട്ടുരാച്ചുക്കു എന്ന് വിളിക്കുന്ന ചെവിയൻ രാച്ചുക്കു എന്നുള്ള നൈജാർ കുടുംബത്തിൽപ്പെട്ട പക്ഷിയാണ്. ഇവയുടെ നല്ല സാന്നിധ്യം നമ്മുടെ വാഴച്ചാൽ ആനക്കയം വനമേഖലയിലുണ്ട്. വളരെ നന്നായിട്ട് ഇവയെ കാണാനും കഴിയുന്ന ഒരു വനമേഖലയാണ് ആനക്കയം. അതുപോലെ ജംഗിൾ നൈജാർ, നേരത്തെ പറഞ്ഞ ചെവിയൻ രാച്ചുക്കാണ്, സോറി, ഇത് കാട്ടുരാച്ചുക്കു. ജംഗിൾ നൈജാറും വളരെ നന്നായിട്ട് ആനക്കയത്ത് കാണുന്നുണ്ട്. പിന്നീട് ശ്രീലങ്കൻ ഫ്ലോക്ക് മോത്ത് ഞങ്ങൾ പക്ഷി നിരീക്ഷണം തുടങ്ങുന്ന സമയത്ത് വളരെ അപൂർവമായിട്ട് കണ്ടിരുന്നതാണ്. വളരെയധികം ഷൈ ആയിട്ടുള്ള ഒരു പക്ഷിയാണ്. പകല് കണ്ടുപിടിക്കാൻ വളരെ പ്രയാസമുണ്ട്. പക്ഷെ ഇപ്പോൾ എല്ലാ വനാന്തരങ്ങളിലും കാണുന്നുണ്ട്. അതുപോലെ വാഴച്ചാൽ ആനക്കയം വനമേഖലയിലും ശ്രീലങ്കൻ ഫ്ലോക്ക് മോത്തിന് നല്ല സാന്നിധ്യം, നമ്മുടെ മാക്കാച്ചിക്കാടോട് നല്ല സാന്നിധ്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പക്ഷികളുടെ വൈവിധ്യം കടന്നില്ല, ഞങ്ങൾ ചിത്രശലഭത്തിന്റെ വൈവിധ്യത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ വാഴച്ചാൽ വനമേഖലയിൽ 223 ചിത്രശലഭങ്ങളുണ്ട്. ഇപ്പോ തൃശ്ശൂരുള്ള കാദംബരി ഇതിൽ പ്രവർത്തിക്കുന്ന ശ്രീമതി രാജശ്രീയും ഞാനുമായിട്ട് വിവിധ ഘട്ടങ്ങളിലായിട്ട് ഞങ്ങൾ നടത്തിയ പഠനങ്ങൾ 2000 മുതൽ 2016 2012 വരെ ഞങ്ങൾ നടത്തിയ പഠനങ്ങളിലാണ് ഇത്രയും ചിത്രശലഭങ്ങൾ ഇവിടെ കണ്ടെത്തിയത്. ഏറ്റവും കൂടുതൽ ചിത്രശലഭങ്ങൾ ഞങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് പുഴയോര വനങ്ങളിലാണ്. 161 ഇനം ചിത്രശലഭങ്ങളുണ്ട്. അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഈ ആനക്കയം പോലുള്ള നിത്യഹരിത വനങ്ങളിലാണ്. നിത്യഹരിത വനങ്ങളിൽ 113 ഇനം ചിത്രശലഭങ്ങൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ അർദ്ധനിത്യഹരിത വനങ്ങളിൽ 83 ഇനം ചിത്രശലഭങ്ങൾ, ആർദ്ര ഇലപൊഴിയൻ വനങ്ങൾ, അതുപോലെ മോയ്സ്റ്റ് ഡെസിഡസ് ഫോറസ്റ്റിൽ 72 ചിത്രശലഭങ്ങൾ, തുറസായ വനപ്രദേശങ്ങൾ, ഓപ്പൺ ഫോറസ്റ്റിൽ 71. അപ്പൊ ഇത് മലബാർ ട്രോകളിൽ പ്രസിദ്ധീകരിച്ച പേപ്പറിൽ നിന്നുള്ള വിവരങ്ങളാണ്. ഞങ്ങളുടെ ബട്ടർഫ്ലൈസിനെ കുറിച്ചുള്ള, വാഴച്ചാലിന്റെ ബട്ടർഫ്ലൈ ഡൈവേഴ്സിറ്റിയെ കുറിച്ചുള്ള, ചിത്രശലഭ വൈവിധ്യത്തെ കുറിച്ചുള്ള പേപ്പറിൽ നിന്നുള്ള വിവരങ്ങളാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അതെല്ലാം ഞാൻ വായിക്കുന്നില്ല. അപ്പോൾ 37 എൻഡമിക് സ്പീഷീസ് നമ്മുടെ കേരളത്തിലുണ്ട്. അതിൽ 21 ഇനം സ്പീഷീസിനെ നമുക്ക് വാഴച്ചാലിൽ കാണാൻ കഴിയും. ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുന്ന നീലഗിരി ഫോറിംഗ് എന്ന് വിളിക്കുന്ന ഒരു നാൽക്കണ്ണിയിൽപ്പെട്ട നീലഗിരി നാൽക്കണ്ണിയാണ്. അതുപോലെ തമിഴ് കാറ്റ്സെ, തമിഴ് പൂച്ചക്കണ്ണി എന്ന് വിളിക്കുന്ന, തമിഴ് കാറ്റ്സെ എന്ന് വിളിക്കുന്ന എൻഡമിക്സ് ബട്ടർഫ്ലൈ വളരെ നന്നായിട്ട് ഈറക്കാടുകളിൽ കാണുന്നുണ്ട്. അതുപോലെ ആനക്കയത്താണ്, അപ്പൊ വാഴച്ചാല് പോലും കണ്ടു, പക്ഷെ ആനക്കയത്ത് ഈറക്കാടുകളിൽ നിന്നും ഈ ട്രാവൻകൂർ ഈവനിംഗ് ബ്രൗൺ എന്ന് വിളിക്കുന്ന സന്ധ്യാശലഭത്തിന്റെ വിവിധ ഘട്ടത്തിലുള്ള രൂപാന്തരണം അതിന്റെ വിവിധ ഘട്ടങ്ങളിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ട് നല്ല സാന്നിധ്യമുള്ള നമ്മുടെ ത്രെറ്റൻഡ് സ്പീഷീസ് ആണ്, എൻഡമിക് സ്പീഷീസ് ആയിട്ടുള്ള ട്രാവൻകൂർ ഈവനിംഗ് ബ്രൗണിന്റെ സന്ധ്യാശലഭത്തിലെ നല്ല സാന്നിധ്യം വാഴച്ചാൽ വനമേഖലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. പിന്നീട് മലബാർ റോസ് എന്ന് വിളിക്കുന്ന പ്രാദേശികമായ ചില ഭാഗങ്ങളിൽ മാത്രം കാണുന്നു, എന്നാൽ മറ്റെല്ലാ സ്ഥലത്തും കാണാത്ത അപൂർവനായിട്ടുള്ള ഒരു എൻഡമിക് സ്പീഷീസ് ആണ് മലബാർ റോസ്. അതുപോലെ നമ്മുടെ കേരളത്തിന്റെ ഇപ്പോൾ സംസ്ഥാന ചിത്രശലഭമായി പ്രഖ്യാപിച്ചിട്ടുള്ള മലബാർ ബാൻഡഡ് പീകോക്ക്, ബുദ്ധ മയൂരി എന്ന് വിളിക്കുന്നത്, സിദ്ധ പോക്കറ്റ് എന്നുള്ള ആനക്കയത്ത് നിന്നുള്ള ഒരു ചെറിയൊരു പോക്കറ്റ് ഉണ്ട്. സിദ്ധ പോക്കറ്റ് എന്നുള്ള ചെറിയൊരു എവർഗ്രീൻ പാച്ച് ഉണ്ട്. അവിടെ ഇതിനെ ഞങ്ങൾ നന്നായി നിരീക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ തമിഴ് യമൻ, തമിഴ്നാടിന്റെ സംസ്ഥാന ചിത്രശലഭം എന്നുള്ള മരോട്ടി ശലഭം, തമിഴ് യമൻ ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ പളനി ഫോറിംഗ് വിളിക്കാം, നേരത്തെ കാണിച്ച നീലഗിരി ഫോറിങ്ങിനെ പോലെ തന്നെ അതിനേക്കാളും കുറച്ചുകൂടി അപൂർവനായിട്ടുള്ള കുറച്ച് ഉയർന്ന വിധാനങ്ങളിൽ മാത്രം കാണുന്ന പളനി ഫോറിംഗ്, പളനി നാൽക്കണ്ണി ചിത്രശലഭത്തെയും ഈ വാഴച്ചാൽ വനമേഖലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ ട്രാവൻകൂർ ഈവനിംഗ് ബ്രൗണിന്റെ ചിറക് തുറന്ന ചിത്രമാണ്.
നീലഗിരി ടൈഗർ, നീലഗിരി കടുവ എന്ന് വിളിക്കുന്ന മറ്റൊരു പശ്ചിമഘട്ടത്തിലെ തനത് ചിത്രശലഭം. ബൈക്കുളർ റേസ്, ഇതിന് മലയാളം പേരില്ല. ബൈക്കുളർ റേസിന്റെ നല്ല സാന്നിധ്യം വാഴച്ചാൽ വനമേഖലയിലുണ്ട്. ഗോൾഡൻ ട്രീ ഫ്ലിറ്റർ, സുവർണ മരച്ചിൻ എന്ന് വിളിക്കുന്ന മറ്റൊരു പശ്ചിമഘട്ടത്തിലെ തനത് ചിത്രശലഭം ഇവിടെയുണ്ട്. മലബാർ റേവൻ, മലബാർ കാക്ക എന്ന് വിളിക്കുന്ന വലിയ ചിത്രശലഭം സോളോട്ടൈൽ വർഗത്തിൽപ്പെട്ട. അതുപോലെ തന്നെ മലബാർ ബാൻഡഡ് സോളോട്ടൈൽ, പുള്ളിവാലൻ ശലഭം എന്ന് വിളിക്കുന്ന മറ്റൊരു എൻഡമിക് ചിത്രശലഭം. അതുപോലെ കർച്ചീഫ്, നമ്മുടെ കൈലേസിൽ മടക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കിന്നരി പോലെ നല്ല അലങ്കാരപ്പണി ചെയ്തിട്ടുള്ളതുപോലെ ചെറുകളിൽ അലങ്കാരമുള്ള തമിഴ് ലേസ്വിങ്, തമിഴ് കിന്നരി ശലഭം. അതുപോലെ തമിഴ് ഗ്രാസ് ഡാട്ട്, വളരെ ചെറിയ ഒരു എൻഡമിക് ചിത്രശലഭമാണ് തമിഴ് ഗ്രാസ് ഡാട്ട്, സ്കിപ്പർ വർഗത്തിൽപ്പെട്ട ഒരു ചിത്രശലഭമാണ്. അതുപോലെ മറ്റ് ബട്ടർഫ്ലൈസ്, എൻഡമിക് അല്ലാത്ത ബട്ടർഫ്ലൈസും ധാരാളമുണ്ട് ഇവിടെ. പുഴയോരങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഫൈബർ സോട്ടയില്, അഞ്ചുവരയൻ വാൾവാലൻ, അതുപോലെ പുള്ളി വാൾവാലൻ, സ്പോട്ട് സോട്ടയില്. ഭാരതത്തിലെ രണ്ടാമത്തെ വലിപ്പത്തിൽ, നേരത്തെ ഇത് ഭാരതത്തിൽ ഒന്നാമത്തെ ചിത്രശലഭമായിരുന്നു. പക്ഷെ ഇപ്പോൾ അടുത്തിടയ്ക്ക് ഉത്തരാഖണ്ഡിലുള്ള ഗോൾഡൻ ബേർഡ് വിങ് ആണ് ഇപ്പോൾ ഏറ്റവും വിങ് സ്പാനിൽ ഏറ്റവും വലുത്. അപ്പൊ വലിപ്പത്തിൽ രണ്ടാമനായ സദേൺ ബേർഡ് വിങ്ങിനെ, ഗരുഡശലഭത്തിനെ ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ വനാന്തരങ്ങളിൽ മാത്രം അപൂർവമായി കാണുന്ന ഡാർക്ക് വാണ്ടറർ, സഞ്ചാരി ശലഭത്തെയും കാണുന്നുണ്ട്. പിന്നീട് ഓർക്കിഡ് ചെറിയ നീലശലഭമാണ്, അപൂർവമായിട്ടാണ് കാണുക. അതുപോലെ ബാൻഡഡ് റോയൽ, വളരെ അപൂർവമായി കാണുന്ന ഒരു ചിത്രശലഭമാണ് ബാൻഡഡ് റോയൽ. ഏറ്റവും അപൂർവമായി കാണുന്ന ബ്ലൂ നവാബിനെ ഞങ്ങൾ സാധാരണ ഫീൽഡിൽ പോകുമ്പോൾ കാണാറില്ല, അപൂർവമായിട്ട് മാത്രമേ ബ്ലൂ നവാബ് കണ്ടിട്ടുള്ളൂ. പക്ഷേ 2015 ബട്ടർഫ്ലൈ മീറ്റ്, അവിടെ സംഘടിപ്പിച്ച ചിത്രശലഭ മീറ്റില് ബ്ലൂ നവാബിനെ നമുക്ക് വാഴച്ചാൽ വനമേഖലയിൽ നേരിട്ട് കാണുവാൻ കഴിഞ്ഞു ആ ഗ്രൂപ്പിലെ ആൾക്കാർക്ക്. അതുപോലെ ടാണി രാജ എന്ന് വിളിക്കുന്ന വലിയ ചിത്രശലഭം. ഇന്ത്യൻ ക്ലിപ്പർ, അതും കാനനറാണി എന്ന് വിളിക്കുന്ന വലിയ ചിത്രശലഭമാണ്, വനാന്തരങ്ങളിൽ മാത്രമേ കാണുകയുള്ളൂ. നേരത്തെ പറഞ്ഞ ബുദ്ധമയൂരിയുടെ തന്നെ അടുത്ത ബന്ധുവായിട്ടുള്ള പാരിസ് പീകോക്കിനെ, പുള്ളി മയൂരിയെ കാണുന്നുണ്ട് അവിടെ. സദേൺ ഡഫർ എന്ന് വിളിക്കുന്ന മുളങ്കാടൻ. അതുപോലെ ഡാർക്ക് ബ്ലൂ ടൈഗർ, വളരെ കൂട്ടത്തോടു കൂടി കേരളത്തിൽ ദേശാടനം നടത്തുന്ന ഒരു പക്ഷിയാണ്, ഒരു ചിത്രശലഭമാണ് കരിനീല കടുവ. ഡാർക്ക് ബ്ലൂ ടൈഗറിനെയും നല്ല സാന്നിധ്യം വാഴച്ചാലുണ്ട്. നനവാർന്ന വെള്ളക്കെട്ടുകൾക്കരികിൽ കാണുന്ന കോമൺ മാപ്പ്, ഭൂപട ശലഭം. അതുപോലെ കോമൺ ജെസിബൽ, വിലാസിനി ശലഭം. വൈറ്റ് ബാൻഡഡ് ഓൾ, വെള്ള ആര. അതുപോലെ ഡബിൾ ബാൻഡ് ക്രോ, ഇതും വളരെയധികം കൂട്ടത്തോടെ ദേശാടനം നടത്തുന്ന ഒരു പക്ഷിയാണ്, ഒരു ചിത്രശലഭമാണ്. അരളി ശലഭത്തിന്റെ കാട്ടുവർഗ്ഗക്കാരനാണ് ഡബിൾ ബാൻഡഡ് ക്രോ. ഇപ്പോൾ വാഴച്ചാൽ, അതുപോലെ ആനക്കയം, അതുപോലെ അതിരപ്പള്ളി, ഏത് വനമേഖല പോയാലും നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ആകർഷിക്കുക വേനൽക്കാലത്ത് ചിത്രശലഭങ്ങൾ കൂട്ടത്തോടു കൂടി മണ്ണിൽ നിന്നും ജലം വലിച്ചെടുക്കുന്നതാണ്. അത്രമാത്രം നല്ലൊരു ആവാസ വ്യവസ്ഥയാണ് വാഴച്ചാൽ ഈ വനമേഖലയിലുള്ളത്, ആനക്കയം വനമേഖലയിലുള്ളത്. വിവിധ തരം ചിത്രശലഭങ്ങൾ, വിവിധ സ്പീഷ്യസിൽപ്പെട്ടത്, വലിയ ചിത്രശലഭങ്ങൾ, ചെറിയ ചിത്രശലഭങ്ങൾ, വളരെ ചെറിയ നീലിശലഭങ്ങൾ, മഞ്ഞ ശലഭങ്ങൾ, അതുപോലെ തന്നെ സോളോട്ടൈൽ ശലഭങ്ങൾ, ഇങ്ങനെ എല്ലാ ശലഭങ്ങളും ജലം നുകരാനായിട്ട് ഈ വേനൽക്കാലത്ത് ഈ പുഴയോരത്ത് എത്താറുണ്ട്, പുഴയെ ആശ്രയിക്കാറുണ്ട്. ഇത് ദേശാടനത്തിനിടയിൽ ഈ നനഞ്ഞ മണ്ണിൽ നിന്നും ജലം ശേഖരിക്കുന്ന കണിക്കുന്ന ശലഭമാണ്. വളരെ വലിയ ഗ്രൂപ്പായിട്ട് 100, 200, 300 ഒക്കെ ആയിട്ട് ഗ്രൂപ്പായിട്ട് ഇവരിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഈ ദേശാടന കാലത്ത് വീക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ക്രൂയിസർ എന്ന് വിളിക്കുന്ന സുവർണ ശലഭം, ഏറ്റവും സാവധാനത്തിൽ പറക്കുന്ന, നമ്മുടെ വംശനാശ ഭീഷണി നേരിടുന്ന തനത് ചിത്രശലഭമായിട്ടുള്ള മലബാർ ട്രീനിംഫ്, വനദേവതയുടെയും വളരെ നല്ല സാന്നിധ്യം ആനക്കയം വനമേഖലയിൽ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ ഇതുപോലുള്ള ഈ സ്പീഷീസുകളുടെ വൈവിധ്യമാണ് ഈ വനമേഖലയെ സംരക്ഷിക്കണമെന്ന് നമ്മൾ വളരെയധികം അസന്നിഗ്ധമായി നമ്മൾ നമ്മൾ പറയുന്നത്. ഗ്ലാഡൈ ബുഷ് ബ്രൗൺ, പൂങ്കണ്ണി, ഏറ്റവും വലിയ ലോകത്തിലെ ഏറ്റവും വലിയ നിശാശലഭമായ അറ്റ്ലസ് മോത്ത്, സർപ്പശലഭം, നാഗശലഭം എന്ന് വിളിക്കുന്ന അറ്റ്ലസ് മോത്തിന്റെ സാന്നിധ്യം ഈ മേഖലയിലുണ്ട്. അതുപോലെ അമ്പിളിക്കണ്ണൻ എന്ന് വിളിക്കുന്ന അതുപോലെ വലിയൊരു നിശാശലഭമാണ്. മൂൺ മോത്തിന്റെ നല്ല സാന്നിധ്യം ഈ വനമേഖലയിലുണ്ട്. ഇനി അടുത്തൊരു ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ ഡ്രാഗൺ ഫ്ലൈസും ഡാൻസൽ ഫ്ലൈസിന്റെയും ഒരു നല്ലൊരു ഡൈവേഴ്സിറ്റി ഈ വനമേഖലയിലുണ്ട്. 125 ഇനം തുമ്പികളെ, വലിയ തുമ്പികളെയും മാലാക തുമ്പി, ഡാൻസൽ ഫ്ലൈസിനെയും ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്. ഏറ്റവും ഗ്ലോബലി വാണ്ടർ എന്ന് വിളിക്കുന്ന, ഗ്ലോബൽ വാണ്ടർ എന്ന് വിളിക്കുന്ന, ലോകം മൊത്തം സഞ്ചരിക്കുന്ന സഞ്ചാരി തുമ്പി, തുലാത്തുമ്പി എന്നൊക്കെ ഇപ്പൊ നമ്മൾ വിളിക്കാറുണ്ട് മലയാളത്തില്. വാണ്ടറിംഗ് ഗ്ലൈഡർ, അതിന്റെ നല്ല ആഫ്രിക്കയിൽ നിന്നാണ് അത് ദേശാടനം നടത്തുന്നത്. അപ്പൊ ദേശാടന കാലം കഴിഞ്ഞ് കേരളത്തിലെത്തുമ്പോൾ വലിയ കൂട്ടം ഈ ആനക്കയത്ത് ഓപ്പൺ ഫോറസ്റ്റിൽ വളരെ വലിയ കൂട്ടം വാണ്ടറിംഗ് ഗ്ലൈഡറിനെ നമുക്ക് നിരീക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ വലിയ വിധാനങ്ങളിലുള്ള, ഉയർന്ന വിധാനങ്ങളിൽ നല്ല ശുദ്ധമായ ജലമുണ്ടെങ്കിൽ മാത്രം കാണുന്ന ഒരു തുമ്പിയാണ് ബ്ലൂ ടൈൽഡ് മാർഷാക്ക്. അതിനെ ഈ ആനക്കയം, ഷോളയാർ വനമേഖലയിൽ വളരെ നന്നായിട്ട് കാണുന്നുണ്ട്. അപ്പൊ ഈ ഒരു ആവാസ വ്യവസ്ഥ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ
ഈ ബ്ലൂ ടൈൽഡ് മാർഷാക്കിനെ പോലുള്ള തുമ്പികൾക്ക് വളരെയധികം വംശനാശ ഭീഷണി നേരിടും. കാര്യം വളരെ തെളിനീരും വളരെ ശുദ്ധജലത്തിൽ മാത്രമേ ഇവയെ കാണുകയുള്ളൂ. അതുപോലെ ഉയർന്ന വിധാനങ്ങളിലാണ് കാണുന്നത്. താഴ്ന്ന വിധാനങ്ങളിൽ ഇവയെ ലോ എലിവേഷനിൽ ഇവയെ കണ്ടിട്ടില്ല അധികം. അതുപോലെ കോമൺ ക്ലബ് ടൈൽ, അത് വളരെ കോമൺ ആയിട്ടുള്ള ചിത്രശലഭമാണ്. ബ്ലൂ ടൈൽഡ് യെല്ലോ സ്കിമ്മർ, അതും ഉയർന്ന വിധാനങ്ങളിൽ കാണുന്ന ഒരു തുമ്പിയാണ്. ലെസർ ബ്ലൂവിങ് കുറച്ച് ചതുപ്പുകളും അതുപോലെ ചെറിയ ഈ പുഴയോരങ്ങളുള്ള ചെറിയ ചതുപ്പുകൾക്കരികിലൊക്കെ കാണുന്ന ഒരു അപൂർവ തുമ്പിയാണ്. കാർ തുമ്പി എന്നൊക്കെ വിളിക്കുന്ന ലെസർ ബ്ലൂവിങ്. അതുപോലെ നഖവാലൻ എന്ന് വിളിക്കുന്ന, ഇതും പശ്ചിമഘട്ടത്തിലെ എൻഡമിക് ആയിട്ടുള്ള തനത് തുമ്പിയാണ്. പശ്ചിമഘട്ടത്തിലെ തനത് തുമ്പിയുള്ള നഖവാലൻ, ലേറ്റ് വാച്ച് പ്ലാട്ടെ എന്ന് വിളിക്കുന്ന നഖവാലൻ, അതുപോലെ തത്തയുടെ നിറമുള്ള തത്തമ്മ തുമ്പി എന്ന് വിളിക്കുന്ന പാരക്കിറ്റ് ഡാർണർ, അതുപോലെ പിഗ്മി സ്കിമ്മർ, കിണർ തുമ്പി എന്ന് വിളിക്കുന്ന വളരെ ചെറിയ തുമ്പിയാണിത്. വളരെ കുള്ളൻ തുമ്പി എന്നൊക്കെ വിളിക്കാവുന്ന വളരെ ചെറിയ തുമ്പികളും ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ പശ്ചിമഘട്ടത്തിലെ വളരെ അപൂർവമായിട്ടുള്ള ടൊറന്റ് ഹാക്ക് എന്ന് വിളിക്കുന്ന കുടുംബത്തിൽപ്പെട്ട വളരെ അപൂർവമായിട്ട് നമുക്ക് ദർശനം തരാറുള്ളൂ. വളരെ കുത്തിപ്പാഞ്ഞൊഴുകുന്ന ജലാശയങ്ങൾക്കരികിൽ, ഈ വെള്ളച്ചാട്ടങ്ങൾക്കരികിലും അതുപോലെ നീരൊഴുക്കുകൾക്കരികിലും കാണുന്നതിനെ നമ്മൾ ആനക്കയത്ത് കണ്ടിട്ടുണ്ട്. ആനക്കയത്ത് നമ്മൾ നിരീക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. റാംബോസ് ടൊറന്റ് ഹാക്ക്. അതുപോലെ വയനാട് ബോട്ടെ, ഇപ്പോ വില്ലുവാലൻ എന്നൊക്കെ വിളിക്കാവുന്ന വയനാട് ബോട്ടേൽ, ഇതും പശ്ചിമഘട്ടത്തിലെ ഒരു തനത് തുമ്പിയാണ്. വളരെ വലിയ തുമ്പിയാണ്. ഈ ക്ലബ്ടൈൽ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള വലിയ തുമ്പി, കടുവാ തുമ്പികളിൽ പെട്ടിട്ടുള്ള ഒരു വലിയ തുമ്പിയാണ്. വയനാട് ബോട്ടേലിനെയും വാഴച്ചാൽ ആനക്കയം മേഖലയിൽ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ വളരെ കാണാൻ വളരെ അഴകുള്ള റൂബി ടൈൽഡ് ഹാക്ലെറ്റ് എന്ന് വിളിക്കുന്ന, മാണിക്യ തുമ്പി എന്ന് വിളിക്കുന്നത്, ഇതിന്റെ പവിഴ തുമ്പി എന്നൊക്കെ വിളിക്കുന്നത്. ഇതിന്റെ ആൺതുമ്പിക്ക് നല്ല പവിഴത്തിന്റെ നിറമാണ്. ഇത് അതിന്റെ പെൺതുമ്പിയാണ്, മഞ്ഞ വാലുള്ള. പിന്നീട് വളരെ ഈർക്കിൽ വാലുള്ള, നമ്മൾ ഈർക്കിൽ തുമ്പി എന്നൊക്കെ വിളിക്കുന്ന, മാലാക തുമ്പി എന്ന് വിളിക്കുന്ന ഡാംസൽ ഫ്ലൈസിന്റെ ബ്ലാക്ക് ബാംബുട്ടെ, അതുപോലെ കരിമ്പൻ മുളവാലൻ എന്ന് വിളിക്കുന്ന തുമ്പികൾ ഇവിടെ കാണുന്നുണ്ട്. എൻഡമിക് ആണ്. അതുപോലെ ട്രാവൻകൂർ ബാംബുട്ടയില്, അതുപോലെ വയനാട് ബാംബുട്ടയിലൊക്കെ ഉണ്ട്. ട്രാവൻകൂർ ബാംബുട്ടയില് തെക്കൻ മുളവാലൻ എന്ന് വിളിക്കുന്ന നീല നിറത്തിലുള്ള ഒരു മുളവാലൻ തുമ്പിയാണ്. ഇവയുടെ നല്ല സാന്നിധ്യമുണ്ട്. ഇതും പശ്ചിമഘട്ടത്തിലെ തനതും കുറച്ച് വംശനാശ ഭീഷണി നേരിടുന്നതുമായിട്ടുള്ള ഒരു ചെറിയ മാലാക തുമ്പിയാണ്. ഇത് ഇരിഡിസെന്റ് സ്ട്രീം ഗ്ലൈഡർ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വളരെ നീരൊഴുക്കുകൾക്ക്, നല്ല ശുദ്ധജല നീരൊഴുക്കുകൾക്ക് അടുത്ത് മാത്രം കാണുന്ന, ആനക്കയത്തൊക്കെ വളരെ നന്നായിട്ട് ആനക്കയത്തുള്ള നമ്മൾ നിത്യഹരിത വനങ്ങളിലെ നീരൊഴുക്കൊക്കെ അരികിൽ പോയി കഴിഞ്ഞാൽ എപ്പോഴും സദാസമയം വെള്ളത്തിന് മുകളിലൂടെ ഇങ്ങനെ വളരെ വേഗത്തിൽ പറക്കുകയും ഇടയ്ക്കിടയ്ക്ക് വിശ്രമിക്കുകയും ചെയ്യുന്ന കാണാൻ അഴകുള്ള ഒരു വലിയ തുമ്പിയാണ്, പെരുന്തുമ്പിയാണ് ഇത് ഇരിഡിസെന്റ് സ്ട്രീം ഗ്ലൈഡർ. ഇനി തുമ്പികളുടെ വൈവിധ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വൈവിധ്യം എന്ന് പറയുന്നത് റെപ്റ്റൈൽസിന്റെയും ഉരകങ്ങളുടെയും ആംഫീബിയൻസിന്റെ ആണ്. ഉരകങ്ങളുടെ നല്ല സാന്നിധ്യം ഇവിടെയുണ്ട്. പശ്ചിമഘട്ടത്തിലെ തനത് ഉരകമായിട്ടുള്ള പാമ്പായിട്ടുള്ള നമ്മുടെ മലബാർ പിറ്റ് വേപ്പർ, കാട്ടുമണ്ഡലി, ഇവയെ നന്നായിട്ട് നനവുള്ള അടിക്കാടുകളിൽ വളരെ നന്നായിട്ട് മഴക്കാടുകളിൽ എല്ലാ സീസണിലും കാണുന്നുണ്ട്. കാട്ടുമണ്ഡലിയെ കാണുന്നുണ്ട്. അതുപോലെ ഡഡോമിസ് കീൽബാക്ക് എന്ന് വിളിക്കുന്ന കാട്ടുനീർക്കോലി, ഇത് നേരിയ വിഷമുള്ള പാമ്പാണ്. ഇത് വിഷമില്ലാത്ത നമ്മുടെ നീർക്കോലി വർഗത്തിൽപ്പെട്ട, എന്നാൽ പശ്ചിമഘട്ടത്തിലെ തനത് നീർക്കോലിയായിട്ടുള്ള കാട്ട് നീർക്കോലിയാണ്. ബെഡോമിസ് കീൽബാക്ക് എന്ന് വിളിക്കുന്ന പാമ്പാണ്. അതുപോലെ ഉരകങ്ങളിൽ വളരെ ഗ്ലൈഡിംഗ് ലിസാർഡ് എന്നൊക്കെ വിളിക്കുന്ന, ഡ്രാക്കോ എന്ന് വിളിക്കുന്ന പാറോന്ത്, നമുക്ക് കണ്ടിട്ടുണ്ടാകും, കാട്ടിൽ പോയിട്ടുള്ളവർ കണ്ടിട്ടുണ്ടാകും. വലിയ മരങ്ങളിൽ നിന്നും താഴേക്ക് ഇങ്ങനെ ഗ്ലൈഡ് ചെയ്ത് പറക്കുന്ന ഒരു ഓന്താണ്. ഇതിന്റെ നല്ല സാന്നിധ്യം ഈ ആനക്കയം വനമേഖലയിലുണ്ട്. പിന്നീട് നമ്മുടെ ഗ്ലൈഡിംഗ് ഫ്രോഗ്, അതുപോലെ മലബാർ ഗ്ലൈഡിംഗ് ഫ്രോഗ് എന്ന് വിളിക്കുന്ന പച്ച തവളയും നമുക്ക് കാണാൻ കഴിയും ആഴച്ചൽ വനമേഖലയിൽ. അവയുടെ ബ്രീഡിംഗ് ഒരുപാട് മഴക്കാലത്തൊക്കെ നന്നായിട്ട് അവയുടെ ബ്രീഡിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും അപൂർവവും ഏറ്റവും സംരക്ഷിക്കപ്പെടേണ്ടതുമായിട്ടുള്ള ഒരു ആംഫീബിയൻ നമ്മുടെ വാഴച്ചാൽ വനമേഖലയിലുണ്ട്. പർപ്പിൾ ഫ്രോഗ് എന്നും പാതാള തവള, ഇപ്പൊ അതിനെ മഹാബലി തവള എന്നൊക്കെ വിളിക്കുന്നുണ്ട്. ഇത് ഡോക്ടർ എസ് ടി ബിജുവിന്റെ ചിത്രമാണ്. ഇത് വാഴച്ചാലിലും വാഴച്ചാൽ വനമേഖലയിലും മഴക്കാലത്താണ് ഇവയുടെ ബ്രീഡിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. മഴക്കാലത്ത് മാത്രമാണ് ഇവ പുറത്തു വരികയും ബ്രീഡിംഗ് ചെയ്യുന്നത്. അപ്പൊ ഇതുപോലുള്ള ആവാസ വ്യവസ്ഥ, ഇതിനെ പോലുള്ള ജീവികളുടെ ആവാസ വ്യവസ്ഥയാണ് ഈ ആനക്കയം പദ്ധതി മൂലം നശിപ്പിക്കപ്പെടുന്നത്. നമുക്ക് ഇവയെ തിരിച്ചു നൽകാൻ കഴിയുകയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇതൊന്നും ഓർമ്മിക്കാതെ പരിസ്ഥിതിയും പ്രകൃതിയും നശിപ്പിക്കുക എന്നുള്ള ഒരു മുന്നോട്ടുള്ള രീതിയിലാണ് KSEBിയുടെ മുന്നോട്ടുള്ള പ്രവർത്തനം പോകുന്നത്. വർഷങ്ങളായിട്ട് നമ്മൾ ഇവയെ നിലനിർത്താനുള്ള സമരത്തിലാണ്. നമ്മളെല്ലാം ചിലപ്പോൾ വട്ടന്മാരെന്നോ പ്രാന്തന്മാരെന്നോ കിറുക്കുള്ളവരെന്നോ നമ്മൾ നോർമലായി ജീവിക്കുന്നവരെന്നൊക്കെ അവർ പറയുന്നത്. പക്ഷെ പ്രകൃതി സംരക്ഷണം എന്ന് പറയുന്നത് നമ്മൾ പ്രകൃതിയെ നിലനിർത്തിക്കൊണ്ട് വേണം നമുക്ക് മുന്നോട്ടുള്ള പുരോഗമനം വേണ്ടത്, അല്ലാതെ പ്രകൃതിയെ നശിപ്പിച്ചോട്ടല്ല വേണ്ടത്. ഇത്തരം ജീവജാലങ്ങളെ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ സംരക്ഷിക്കണം. അവയെ സംരക്ഷിച്ചുകൊണ്ടുള്ള മുന്നേറ്റം കൊണ്ട് മാത്രമേ നമുക്ക് മുന്നേറാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മളിപ്പോ
കോവിഡ് കാലത്ത് നമ്മൾ കാണുന്നുണ്ട് മറ്റ് പ്രകൃതിയിലെ ജീവജാലങ്ങളൊക്കെ സ്വാതന്ത്ര്യത്തിൽ നടക്കുമ്പോൾ നമ്മൾ മാസ്ക് ഇട്ട് സാനിറ്റൈസർ ഉപയോഗിച്ച് നമ്മൾ വീട്ടിനുള്ളിൽ തന്നെ നമ്മൾ കഴിഞ്ഞുകൂടുകയാണ്. അപ്പോൾ അങ്ങനെ പ്രകൃതി നമ്മളെ കൂട്ടിലടച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, പ്രകൃതിയെ നശിപ്പിച്ചാൽ നമുക്ക് ഒരിക്കലും നിലനിൽക്കാൻ കഴിയില്ല. മനുഷ്യൻ മറ്റു ജീവികളെ പോലെ തന്നെയാണ്, പ്രകൃതിക്ക് അടിമപ്പെട്ട് തന്നെയാണ് നമ്മൾ ജീവിക്കേണ്ടത്. പ്രകൃതിയെ നിലനിർത്തിക്കൊണ്ട് ആണ് നമ്മൾ ജീവിക്കേണ്ടത്. ആ ജീവിതം നിലനിർത്തിയാൽ മാത്രമേ നമുക്ക് ഇത്തരം കാര്യങ്ങൾ നമുക്ക് സംരക്ഷിച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. അതുപോലെ പെയിന്റഡ് ബ്രോൺസ് ബാക്ക് എന്ന് വിളിക്കുന്ന പശ്ചിമഘട്ടത്തിലെ തനതായിട്ടുള്ള ഒരു വില്ലൂന്നി പാമ്പിനെ നമുക്ക് ഈ ആനക്കയം വനമേഖലയിൽ കാണാൻ കഴിയും. മഴക്കാടുകളിൽ ആണ് കൂടുതൽ കാണുക. ഇനി സസ്തനികളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കേരളത്തിലെ ഏതാണ്ട് എല്ലാ സസ്തനികളും ഈ വനമേഖലയിൽ കാണുന്നുണ്ട്. ഡോക്ടർ സതീഷിന്റെ പഠനത്തിൽ ഏറ്റവും നല്ല സൈലന്റ് വാലിയേക്കാൾ ജൈവവൈവിധ്യത്തിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു വനമേഖലയാണ് ആനക്കയം എന്നാണ് അദ്ദേഹത്തിന്റെ പഠന റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. അത്രമാത്രം സസ്തനികളുടെ വൈവിധ്യമുള്ള ഒരു മേഖലയാണ് ഇത്. നീലഗിരി ലാംഗൂറിനെ നമുക്ക് നീലഗിരി കരിങ്കുരങ്ങിനെ നമുക്ക് വളരെ സുലഭമായിട്ട് വാഴച്ചാൽ കഴിഞ്ഞിട്ട് ആനക്കയം ഷോളാർ മേഖലയിൽ എപ്പോൾ പോയി കഴിഞ്ഞാലും നീലഗിരി ലാംഗൂറിന്റെ നല്ല കൂട്ടങ്ങളുണ്ടാവും. ഇപ്പോൾ നമ്മുടെ ഈ ഫോറസ്റ്റിന്റെ സ്റ്റേഷനിൽ അടുത്ത് തന്നെ നീലഗിരി ലാംഗൂറിന്റെ വലിയ ഗ്രൂപ്പുകൾ രാവിലെയും വൈകുന്നേരം സ്ഥിരം അതുവഴി പോകുന്നത് നമുക്ക് കാണാറുണ്ട്. അവിടെ സംഘമായിട്ട് അവരിങ്ങനെ ആഹാരം കഴിച്ചു പോകുന്ന കാണാം. അത് കഴിഞ്ഞാൽ നമ്മൾക്ക് വാഴച്ചാൽ വനമേഖലയിൽ വാച്ചുമരം കഴിഞ്ഞ് ഷോളയാറിനും ആനക്കയത്തിനും ഇടയ്ക്കുള്ള സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ ലയൺടെയിൽ മക്കാക്കയുടെ സാന്നിധ്യം, നമുക്ക് സിംഹവാലൻ കുരങ്ങിന്റെ സാന്നിധ്യം നമുക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. സിംഹവാലൻ കുരങ്ങളുടെ നല്ല സാന്നിധ്യം ഈ മേഖലയിലുണ്ട്. അതുപോലെ മലബാർ ജയന്റ് സ്കുറൽ മലയണ്ണാന്റെ നല്ല സാന്നിധ്യം ഈ വാഴച്ചാൽ ആനക്കയം വനമേഖലയിലുണ്ട്. ഗോർ കാട്ടുപോത്തിന്റെ നല്ല സാന്നിധ്യമുണ്ട്. കാട്ടുപോത്തിനെ നമുക്ക് ഈ വനമേഖലയിൽ പോകുമ്പോൾ മിക്കവാറും ഏത് സമയം പകല് അല്ലെങ്കിൽ വൈകുന്നേരമൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഗാറിന്റെ നല്ല സംഘങ്ങളെ നമുക്ക് ആനക്കയം മേഖലയിൽ കാണാൻ കഴിയും. ബാർക്കിംഗ് ഡിയർ വളരെ നാണം കുടുങ്ങിയായിട്ടുള്ള വളരെയധികം ഷൈ ആയിട്ടുള്ള ഒരു മാനാണ് ബാർക്കിംഗ് ഡിയർ, കേഴമാൻ എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ ചെറിയ ഒരു മാനുണ്ട്, കൂവരാനുണ്ട്. അതിന്റെയും മൗസ് ഡിയർ, അതിനെയും ഈ വാഴച്ചാൽ വനമേഖലയിൽ കാണുന്നുണ്ട്. സാമ്പാർ ഡിയർ, മ്ലാവ്, ഏറ്റവും വലിയ ഡിയർ നമ്മുടെ ഇന്ത്യയിൽ കാണുന്ന സാമ്പാർ ഡിയറിന്റെ നല്ല സാന്നിധ്യമുള്ള ആനക്കയം. നമുക്ക് ആനക്കയം റോഡിൽ കൂടി നടക്കുകയാണെങ്കിൽ പകല് തന്നെ പലപ്പോഴും പക്ഷി നിരീക്ഷണങ്ങളിൽ ഈ സാമ്പാർ ഡിയറിന്റെ സംഘങ്ങളെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ആനക്കയത്ത് മറ്റൊരു പ്രത്യേകത, വാഴച്ചാൽ വനമേഖലയിൽ വിവിധ ഘട്ടങ്ങളിൽ നമുക്ക് ആനകളെ പലതരത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഏറ്റവും നന്നായിട്ട് ആനക്കൂട്ടത്തിനെ ഞാൻ കണ്ടിട്ടുള്ളത് വാഴച്ചാൽ വനമേഖലയിലാണ്. ആനക്കയത്ത് ഇത് ആനക്കയം റിസർവെയറിൽ കുളിക്കുന്ന ചെളിവാരി ചെയ്യുന്ന ആനക്കൂട്ടമാണ്. ആനക്കൂട്ടത്തിന്റെ വിവിധ ഭാവങ്ങളാണ് നമുക്ക് വാഴച്ചാൽ കാണാൻ കഴിയുക. ഇത് മഴ കഴിഞ്ഞതിന് ശേഷം മേഞ്ഞുകൊണ്ടിരിക്കുന്ന ആനയും ആനക്കുഞ്ഞുമാണ്. ഇത് നമ്മൾ പക്ഷി നിരീക്ഷണത്തിൽ നടത്തുന്നതിന് ഇടയ്ക്ക് വളരെ അപൂർവമായി നമ്മുടെ മുമ്പിൽ വന്ന് നമ്മളൊരു മോക്ക് ചാർജ് ചെയ്യുന്ന ഒരു കൊമ്പനാനയാണ്. പക്ഷെ അത് അധികം ഇതും ചെയ്തില്ല. പിന്നെ മോക്ക് ചാർജ് കഴിഞ്ഞിട്ട് അത് തിരിച്ചു പോയി നമ്മുടെ പക്ഷി നിരീക്ഷണം കഴിഞ്ഞിട്ട്. അങ്ങനെ ആനകളെ വളരെ നന്നായിട്ട് വ്യത്യസ്തമായ ആനയുടെ അതിന്റെ ആ ഒരു ഗാംഭീര്യത്തോട് കാണാൻ കഴിഞ്ഞൊരു നല്ല വനമേഖല. ആനയുടെ ഏറ്റവും നല്ലൊരു ആവാസ വ്യവസ്ഥയും കൂടിയാണ് ഈ ആനക്കയം, ഈ പറയുന്ന നശിപ്പിക്കപ്പെടുന്ന കാടുകളും അതുപോലുള്ള വനവുമൊക്കെ. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഈ വനങ്ങൾ, ഈ വനാന്തരങ്ങൾ, ഈ പുഴയോര വനങ്ങൾ ഉൾപ്പെട്ട വളരെ ജൈവവൈവിധ്യത്തിന്റെ വളരെയധികം നിറവുള്ള ഈ വാഴച്ചാൽ വനമേഖല നമുക്ക് സംരക്ഷിച്ച് നിലനിർത്തിയേ പറ്റുള്ളൂ. ആനക്കയം നമുക്ക് വരുന്ന തലമുറയ്ക്ക് വേണ്ടിയിട്ടും നമ്മുടെ പ്രകൃതിക്ക് നിലനിൽപ്പിന് വേണ്ടിയിട്ടും നമുക്ക് ഈ ആനക്കയം മേഖല നമ്മൾ സംരക്ഷിച്ച് നിലനിർത്തപ്പെടണം. അതുപോലെ ഈ മഴക്കാടുകൾ വീണ്ടും നല്ല നല്ല പുലരികൾ സമ്മാനിക്കുന്നതിനും വീണ്ടും നന്നായിട്ട് നമുക്ക് വീണ്ടും ഈ പ്രകൃതിയെ നിലനിർത്താൻ നമുക്ക് ഈ മഴക്കാടുകൾ നമുക്ക് ഈ ഇപ്പൊ മുറിച്ചു മാറ്റപ്പെടുന്ന ഫോറസ്റ്റ് വനം KSEB പറയുന്ന ഈ വനങ്ങൾ നമുക്ക് മുറിച്ചു മാറ്റപ്പെടാതെ നമുക്ക് നിലനിർത്തപ്പെടേണ്ടതാണ്. അതുപോലെ ഈ ഏറ്റവും പ്രധാനപ്പെട്ടത് ആദിവാസികളെ കാടർക്കാണ്. അവരുടെ നമ്മുടെ വാഴച്ചാൽ സമരത്തിന് അവർ എഴുതിയിരിക്കുന്ന ഈ അടവിലാണ് ഞങ്ങൾ വിറക് എടുപ്പത്. ഇതുപോലെ ഒരുപാട് ഇത് അവര് ഈ സമരത്തിൽ അവര് പങ്കാളിയായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പൊ അവരുടെ അവകാശമാണ് നിഷേധിക്കപ്പെടുന്നത്. അവരുടെ അവകാശം ഒരിക്കലും നിശ്ചയിക്കപ്പെടില്ല. അവർക്ക് നമ്മളെപ്പോലെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. അതും കൂടിയാണ് ഈ വാഴച്ചാൽ ഈ ആനക്കയം സമരത്തിന് നമ്മൾ മുന്നിട്ട് നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ടത്. അപ്പോ വൈവിധ്യം, പശ്ചിമഘട്ടത്തിലെ ജൈവവൈവിധ്യത്തെ മുന്നിട്ട് നിൽക്കുന്ന അതുപോലെ ധാരാളം ആംഫിബിയൻസ് ആയിരുന്നാലും റെപ്റ്റൈൽസ് ആയിരുന്നാലും ഡാംസൽസ് ആയിരുന്നാലും ഡ്രാഗൺ ഫ്ലൈസ് ആയിരുന്നാലും ബേർഡ്സ് ആയിരുന്നാലും ആതിരപ്പള്ളി സേവ് ആതിരപ്പള്ളി നമ്മൾ തുടങ്ങിയതാണ് ആ ക്യാമ്പയിൻ. അത് നമുക്ക് ഇനിയും ഈ ആനക്കയം സംരക്ഷിക്കുന്നതിന് നമുക്ക് മുന്നോട്ട് കൊണ്ടുകൊണ്ടിരിക്കുന്നു. അതിന് നിങ്ങളെല്ലാവരുടെയും സഹകരണം നമുക്ക് ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എനിക്ക് അവസരം തന്ന കോട്ടയം നേച്ചർ സൊസൈറ്റിക്കും ആലപ്പുഴ നേച്ചർ സൊസൈറ്റിക്കും അതുപോലെ എനിക്ക് കോളേജിന്റെ പേര് ഓർമ്മ വരുന്നില്ല, കോളേജിലെ ഭാരവാഹികൾക്കെല്ലാം
നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഇതുവരെ ക്രിസ്ത്യൻ കോളേജ് ചെങ്ങന്നൂർ സർ. ക്രിസ്ത്യൻ കോളേജ് ചെങ്ങന്നൂർ സംഘടന നടത്തുന്ന ക്രിസ്ത്യൻ കോളേജ് ചെങ്ങന്നൂരിലെ അവർക്കും എല്ലാവർക്കും ആശംസ നേർന്നുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. വളരെ നന്ദി ശ്രീ സുശാന്ത് സാർ. ആനക്കയം മേഖലയുടെ ജൈവ വൈവിധ്യ പ്രാധാന്യത്തെക്കുറിച്ച് വളരെ സമഗ്രമായിട്ട് ഇത് ഇദ്ദേഹം നമ്മളൊരു പുസ്തകം വായിച്ചിട്ട് പറയുന്ന ഇൻഫർമേഷൻ അല്ല, ആ മേഖലകളിലൊക്കെ നേരിട്ട് പോയി മനസ്സിലാക്കിയ വിവരങ്ങളാണ് ശ്രീ സുശാന്ത് സാർ നമ്മുടെ പറയുന്നത്. ഒരു ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷനാണ്. അപ്പൊ തീർച്ചയായിട്ടും അതിന് വലിയ വിലയാണ് നമ്മൾ കൽപ്പിക്കേണ്ടത്. അപ്പൊ ഇതിൽ നിന്നും മനസ്സിലാക്കിയ കാര്യങ്ങളും ഒപ്പം തന്നെ ഇത് ഉയർത്തുന്ന ഇവിടെ ഒരു ജലവൈദ്യുത പദ്ധതി വരുമ്പോൾ അത് ഉയർത്തുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളും എല്ലാം തന്നെ സാറ് സമഗ്രമായിട്ട് പറയുകയുണ്ടായി. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്കുള്ള സംശയങ്ങൾ അദ്ദേഹവുമായിട്ട് ചർച്ച ചെയ്യാനുള്ള അവസരമാണ് ഇനിയുള്ളത്. ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം, ഇല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് ഓരോരുത്തരായിട്ട് അവകാശം ചോദിച്ചാൽ അദ്ദേഹം അതിനുള്ള മറുപടി നൽകുന്നതായിരിക്കും. ഷായ് സാർ വന്നിട്ടുണ്ടോ? CP ഷായ് സാർ മത്സ്യങ്ങളെ കുറിച്ച് പറയാൻ. അദ്ദേഹത്തിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും പറയാം. അതിനെക്കുറിച്ച് ഞാൻ മത്സ്യങ്ങളെ കുറിച്ച് ഞാൻ 7:30 കഴിയുമ്പോ വരുന്ന പറഞ്ഞു. ഷായ് സാർ ഉണ്ടോ? CP ഷായ് സാർ വന്നിട്ടുണ്ടോ? ഇല്ല സാർ, ഷായ് സാർ ഇല്ല. മധു ഗോപാലകൃഷ്ണൻ ഉണ്ടോ? റാഫി കല്ലറ്റിക്കര റാഫി സ്ഥിരം ആ മേഖലയിൽ പോകുന്ന റാഫി ജോയിൻ ചെയ്യാന്ന് പറഞ്ഞിരുന്നു. കുഞ്ഞി സാറുണ്ടോ? കുഞ്ഞീഷ് സാറ് ജോയിൻ ചെയ്യാ പറഞ്ഞിരുന്നു. അദ്ദേഹത്തിനെ ഞാൻ കണ്ടിരുന്നു. ഞാനൊന്ന് ഞങ്ങള് പുഞ്ചക്കരിയിൽ വെച്ച് കുഞ്ഞികൃഷ്ണനെ കണ്ടിരുന്നു. ഞാൻ റിക്വസ്റ്റ് ചെയ്തിരുന്നു ജോയിൻ ചെയ്യണേ. സുശാന്ത് സാറെ, അശ്വിൻ മോഹനൻ എന്ന് പറഞ്ഞ അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഹൗ ക്യാൻ കോമൺ പീപ്പിൾ കോൺട്രിബ്യൂട്ട് ദിസ് ടൈപ്പ് ഓഫ് പ്രൊട്ടസ്റ്റ്? അപ്പൊ ഇത്തരം നീക്കങ്ങളിൽ നമ്മളെ സാധാരണക്കാർക്ക് ഏത് വിധത്തിലാണ് അവരുടെ ഭാഗം? സാധാരണക്കാർക്ക് അവരുടെ പ്രസൻസ് കൊണ്ട് തന്നെ പങ്കെടുക്കാൻ പറ്റും. ഏറ്റവും കൂടുതൽ നമുക്ക് ആൾബലമാണ്. നമ്മുടെ പരിസ്ഥിതി പ്രവർത്തനത്തിന് നമുക്ക് ആൾബലം വളരെ കുറവാണ്. നമ്മൾ എത്രത്തോളം ആൾബലം ഉണ്ടാകുന്നു അത്രത്തോളം നമുക്ക് ആ പ്രവർത്തനങ്ങളെ നമുക്ക് ചേർത്ത് നിൽക്കാൻ കഴിയും. ഇപ്പൊ സൈലന്റ് വാലി പ്രക്ഷോഭത്തിന് അത്രത്തോളം ആളുകളുടെയും സാധാരണ ആൾക്കാരുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് ആ സമരം വിജയിക്കാൻ കഴിഞ്ഞത്. അതുപോലെ അതിരപ്പള്ളി ഇത്രയും കാലം നമുക്കത് തടഞ്ഞു നിർത്താൻ കഴിഞ്ഞത്. അതുപോലെ അത്രയും നന്നായിട്ട് നമുക്ക് അതില് ആളുകളുടെ എല്ലാവരെയും സാന്നിധ്യമുണ്ട്. അപ്പൊ ഈ ഒരു ദിനം എല്ലാവരുടെയും പങ്കാളിത്തം ഉണ്ടാവണം. അവർക്കും അവരുടേതായ രീതിയിൽ ഇതിനോട് സഹകരിച്ചിട്ട് ഈ പ്രവർത്തനങ്ങളിലും അതുപോലെ തൃശ്ശൂരുള്ളവർക്കാണെങ്കിൽ കൂടുതൽ അവിടുത്തെ പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്തുകൊണ്ടും നമുക്ക് ഈ സമരത്തിൽ അവർക്ക് മുന്നിട്ട് എത്തിക്കാൻ കഴിയും. അപ്പം സസ്യവൈവിധ്യത്തെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല എന്ന് വെച്ചാൽ ഒത്തിരി സമയപരിധിക്കിടയ്ക്ക് എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖല പക്ഷികളും ചിത്രശലഭങ്ങളും തുമ്പികളുമാണ്. അതുകൊണ്ടാണ് ഞാൻ സസ്യങ്ങളെ കുറിച്ച് കൂടുതൽ പറയാതിരുന്നത്. അതിനെക്കുറിച്ച് വേറൊരു അവസരത്തിൽ ഇതുപോലുള്ള സസ്യങ്ങളുമായിട്ട് കൂടുതൽ ബന്ധമുള്ള ആൾക്കാർ ഈ ഇതുപോലുള്ള വെബിനാറിൽ പങ്കെടുത്ത് സസ്യവൈവിധ്യത്തിനെ കുറിച്ച് പറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ അതെ, പുഴയോര വനങ്ങളെ കുറിച്ചും പുഴയോര കാടുകളെ കുറിച്ചും അമിതാഭ് ബച്ചനും അതുപോലെ പറയാൻ കഴിയുന്ന അമിതാഭ് ബച്ചൻ സാറിനോട് ജോയിൻ ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്തു. അതെ, അതുപോലെ തന്നെ മത്സ്യങ്ങളെ കുറിച്ച് CP ഷാജി പോലുള്ളവർ പറയും. അതുകൊണ്ടാണ് ഞാൻ അത്തരം കാര്യങ്ങൾ കുറച്ചത്. എനിക്ക് ഏറ്റവും കൂടുതൽ പരിചിതമായ മേഖല കൂടുതൽ പറയാൻ കാരണം അതുകൊണ്ടാണ്. ചെറുതായിട്ട് മഴക്കാടുകളെ കുറിച്ചും അതിന്റെ ജൈവവൈവിധ്യത്തെ കുറച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി കൂടുതലും ജന്തുജാലങ്ങളെ കുറിച്ചാണ് കൂടുതലായിട്ട് ഈ പ്രസന്റേഷനിൽ പറയാൻ ഉദ്ദേശിച്ചത്. ഞാൻ സുധർമ്മനാണ്, പേര് തിരുവനന്തപുരത്ത് നിന്നാണ്. ഈ സാധാരണഗതിയിൽ ഞങ്ങളിവിടെ കഴിഞ്ഞ മാസം ഈ ആനക്കയത്തിനെതിരായിട്ട് ഞങ്ങളിവിടെ ഒരു പട്ടത്തും സെക്രട്ടേറിയറ്റിലും ഒക്കെ ആയിട്ട് ഒരു 3-4 സ്ഥലത്തായിട്ട് സിറ്റിക്കകത്ത് എല്ലാം പാലിച്ചുകൊണ്ടാണ് ഞങ്ങൾ ചെയ്തത്. പോലീസ് ഭയങ്കര ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു, നിങ്ങൾ എന്താണ് എന്ത് ചെയ്യും, അത് ഒരുപാട് ഞങ്ങൾ ക്രോസ് ചെയ്തു. ഇനി എന്നാലും ഞങ്ങളത് കുറച്ച് ശംഖുമുഖത്തൊക്കെ ആയിട്ട് നമ്മൾ കുറച്ച് സ്ഥലങ്ങൾ സ്പോട്ട് ചെയ്തിട്ടാണ് ചെയ്തത്. പക്ഷെ ഇതിപ്പോ നമ്മളിവിടെ ഇങ്ങനെയുള്ള സ്ഥലത്ത് വരുന്നത് ഇതുമായിട്ട് ഇൻട്രസ്റ്റ് ഉള്ളവരും ഇതിന്റെ ഒരു
ഗൗരവം അറിയുന്നവരും ഈ ജീവജാലങ്ങളെ പ്രകൃതിക്ക് എത്രമാത്രം അനിവാര്യമാണെന്ന് ബോധമുള്ളവരും ഒക്കെയാണ്. ഈ കോമൺ മാനെ സംബന്ധിച്ചിട്ട് അവർക്ക് ഇതൊന്നും പ്രശ്നമേ ഇല്ല. ഞങ്ങളത് അങ്ങനെ ചെയ്യുമ്പോൾ അതിപ്പോ അത് അവിടെ വിട്ടുന്നതിന് നമുക്കെന്ത് പ്രശ്നം എന്നുള്ളൊരു മട്ടിലാണ് അവർ സംസാരിക്കുന്നത്. ഇത് എന്തുമാത്രം ആഘാതം ഉണ്ടാക്കും എന്നുള്ളത് സാധാരണ ഉള്ള, അതുകൊണ്ട് തന്നെ ഇതിന് പിൻബലം കിട്ടാനുള്ള ആള് വളരെ കുറവാണ്. ഇത് പബ്ലിക്കിന്റെ ഇടയിൽ ഇത് എന്തുമാത്രം രൂക്ഷം ഉണ്ടാക്കുമെന്ന് അറിയാൻ ഒന്ന് നമുക്ക് കൺവേ ചെയ്യാനില്ല, അവർക്കൊരു അവയർനെസ് കൊടുക്കാനോ വേറെ ഏതെങ്കിലും തരത്തിൽ നമുക്കിത് മൂവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കൂല എന്നെ ഒരു ചെറിയ സംശയമാണ്. തീർച്ചയായും നമ്മളിപ്പോ ഇത്രയും കാലമായിട്ട് നമ്മൾ ഈ പരിസ്ഥിതി പ്രവർത്തനം നടത്തുമ്പോഴും കോമൺ മാൻ പലപ്പോഴും പല കാര്യങ്ങളിലും അവെയർ ആവാറില്ല. അവർക്ക് പലപ്പോഴും അതെ അതെ അത് പലപ്പോഴും മാധ്യമങ്ങളെക്കാൾ എന്നുള്ളൊരു നിലപാടിലാണ് ഇപ്പോഴും ഈ ഒരു സാധാരണ ഒരു ലെവലിന് താഴെയുള്ള മനുഷ്യന്മാർ, ഇല്ലെങ്കിൽ ഈ വിദ്യാഭ്യാസം ഉള്ളതിനകത്തുള്ള അന്ന് തന്നെ ഞങ്ങളവിടെ നിൽക്കുമ്പോൾ ഏതാണ്ട് കാഴ്ച കാണുന്നവർക്ക് കണ്ടിട്ട് പോകുന്നതല്ലാതെ ആർക്കും ഒരു ഇൻട്രസ്റ്റ് ഇല്ല. നമ്മളിപ്പോ ഒരു നോട്ടീസ് കൊടുത്തപ്പോൾ അത് അങ്ങോട്ട് നീങ്ങിട്ട് അതായത് ചുരുട്ടി റോഡിലോട്ട് എറിഞ്ഞിട്ടങ്ങ് പോയി അവര്. അത്രയുമേ ഉള്ളവർക്ക് അതിനെ കുറിച്ചുള്ളൊരു ബോധറേഷൻ. നമ്മളിപ്പോ ഇത്രയും ആശങ്കകളോട് ഇത് എന്ത് സംഭവിക്കുന്നത്, വന്നാൽ എന്തായിരിക്കും ഇത് വരുന്ന ആഘാതം എന്നൊക്കെ പറയും നമ്മളിങ്ങനെ അങ്കലാപ്പ് പിടിക്കുമ്പോൾ അവർക്ക് അതിനെക്കുറിച്ച് ബോധയുടെ അല്ല എന്നുള്ളതാണ് ഒരു സത്യസന്ധമായ ഒരു കാര്യം. അതാണ് അത് നമുക്ക് ഇത്രയും വർഷങ്ങളായിട്ട് നമുക്ക് പലപ്പോഴും ഇതുപോലുള്ള പല കാര്യങ്ങൾക്കും അവരുടെ ഒരു ശ്രദ്ധ തിരിച്ചുവെക്കാൻ നമുക്ക് പലപ്പോഴും നമ്മൾ ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു പോകുന്നുണ്ടാകും. അല്ലെങ്കിൽ നമുക്കത് തീർച്ചയായിട്ടും നമുക്കത് വേണ്ടതാണ്. അത് പക്ഷെ പലപ്പോഴും അത് ശരിയായ രീതിയിൽ എത്തുന്നില്ല. അത് മാധ്യമങ്ങളുടെ ഇതിലും വരുന്നില്ല. അതുകൊണ്ടൊക്കെ ആയിരിക്കാം നമുക്ക് പലപ്പോഴും വളരെയധികം നമുക്ക് കുറച്ചു പേർക്ക് കൂടുതൽ പ്രയത്നിക്കേണ്ടി വരുന്നു. കേറിയിട്ടുണ്ടോ, ജോയിൻ ചെയ്തിട്ടുണ്ടോ? കാടന്റെ അവകാശത്തെ വനാവകാശത്തെ കുറിച്ച് പറയാ. ജയശ്രീ ജോയിൻ ചെയ്തിട്ടുണ്ടോ? ജയശ്രീ കാണുന്നില്ല. ഇപ്പം ഒരു പരിസ്ഥിതി ആഘാത പഠനം നടത്താൻ കഴിയുമോ എന്ന് സാൻഡെക്സ് ചോദിച്ചിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും പരിസ്ഥിതി ആഘാത പഠനം നമുക്ക് നടത്താം. അതിന്റെ റിപ്പോർട്ട് നമുക്ക് സബ്മിറ്റ് ചെയ്യുകയും ചെയ്യാം. ഇപ്പൊ തന്നെ ബയോഡൈവേഴ്സിറ്റി ബോർഡിന്റെ കുറെ പഠനം നടത്തിയിട്ടുണ്ട്. പക്ഷികളുടെയും ആംഫിബിയൻസിനെ പഠനം നടത്തിയിട്ടുണ്ട്. അപ്പൊ എല്ലാം കൂടി ചേർത്തിട്ട് ഒരു പഠനം പോലെ റിപ്പോർട്ട് ഇത് ചാലക്കുടി പരിസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ഒരു പരിസ്ഥിതി ആഘാത പഠനം എന്നുള്ള രീതിയിൽ ഒരു ഇത് സമർപ്പിക്കാൻ കഴിയും. എല്ലാവരും കൂടെ ഒന്ന് കൂടി ആലോചിച്ചിട്ട് അങ്ങനെ ഒരു നടത്തി കഴിഞ്ഞാൽ തിരിച്ചിട്ട് അത് നമുക്ക് നമ്മുടെ മുന്നോട്ടുള്ള ഈ സമരത്തിന് നമുക്കത് വളരെയധികം നമുക്ക് ഉപകാരപ്പെടാൻ കഴിയും. അങ്ങനെ ഒരു ആഘാത പഠനം ഉണ്ടെങ്കിൽ ഈ പഠനങ്ങളിൽ ഇങ്ങനെ പറയുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഓരോരുത്തരുടെ കയ്യിലും മാത്രം ഇരിക്കുന്നത് പൊതുവായിട്ടുള്ള ഒരു ഇതായിട്ട് വന്നിട്ട് അത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചിട്ട് നമുക്ക് കൂടുതൽ ഈ സമരങ്ങൾക്ക് നമുക്ക് ഇത് കൊടുക്കാൻ കഴിയും. ഹലോ, ഒരു ചോദ്യം ചോദിച്ചോട്ടെ സുശാന്ത് സാറേ? ചോദിച്ചോളൂ. ആരാണെന്ന് പറയും. ആരാണ്? എന്റെ പേര് PC ജോൺ. ഇവിടെ കോട്ടയം ഒരു റിട്ടയർ ചെയ്ത അധ്യാപകനാണ്. പറഞ്ഞോളൂ. ഒന്നാമത് ഈ സതീഷ് ചന്ദ്രൻ എവിടെയാണ്? ഇവിടെ അദ്ദേഹത്തിനെ പറ്റി ഒരു ശബ്ദവും ഒന്നും കാണുന്നില്ലല്ലോ എന്നുള്ളതാണ് ഒരു ചോദ്യം. അത് പറഞ്ഞാൽ മതി. പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്, ഈ സാറിന്റെ ഈ അവതരണം ഏറ്റവും നല്ലതായിരുന്നു, ഭംഗിയായിരുന്നു. എങ്കിലും ഇതില് എങ്ങനെ വേണം നമ്മൾ ആതിരപ്പള്ളിയോ അല്ലെങ്കിൽ ആനക്കയമോ അല്ലെങ്കിൽ ആ പ്രദേശമോ ഒക്കെ സംരക്ഷിക്കേണ്ടതെന്ന് പറയുമ്പോഴേ ഈ നാളിതുവരെ നമ്മൾ സ്വീകരിച്ച നടപടി ശരിയായ ദിശയിലല്ലെന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം. കാരണം ശരിയായ ദിശയിലായിരുന്നെങ്കിൽ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. എവിടെയോ നമുക്കൊരു തകരാറ് പറ്റിയിട്ടുണ്ട്. തകരാറെന്ന് പറഞ്ഞാൽ സാറിനെ പോലെയുള്ള ആളുകൾക്ക് ഈ പക്ഷി നിരീക്ഷണം, തുമ്പി നിരീക്ഷണം, ചിത്രശലഭ നിരീക്ഷണം അതിലൊക്കെ ഒരു പ്രത്യേക താല്പര്യം. അത് എന്തുകൊണ്ട് ആ താല്പര്യം ഉണ്ടായെന്നുള്ളതും ഒരു ചോദ്യമാണ്. അവസാനം എൻ്റെ പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്. നമ്മൾ സാധാരണ പറയുമല്ലോ ചില കാര്യങ്ങളിലൊക്കെ ഒരു പാരഡൈം ഷിഫ്റ്റിന്റെ ആവശ്യമുണ്ട്. ഒരു പാരഡൈം ഷിഫ്റ്റ്, അതായത് ഇപ്പം നമ്മൾ സ്വീകരിക്കുന്നത് ഇപ്പം ഇതിനെപ്പറ്റി ഒച്ച വെക്കുക, സംഘടിപ്പിക്കുക, സത്യഗ്രഹം അനുഷ്ഠിക്കുക, ആളുകളുടെ ഒപ്പ് ശേഖരിക്കുക, ഈ സമീപനം ഇഫക്റ്റീവ് അല്ലെന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്ത. അപ്പം വേറൊരു പാരഡൈമിലേക്ക് വരേണ്ടിയിരിക്കുന്നു. ആ പാരഡൈം എന്താണെന്ന് എനിക്ക് പറയാനായിട്ട് ഉള്ള ശേഷി എനിക്കില്ല. എങ്കിലും ഒരു ചെറിയ ഒരു നിർദ്ദേശം വെക്കുകയാണെങ്കിൽ, നമ്മൾ പലപ്പോഴും പറയാറില്ലേ, ഈ ആധുനിക സാങ്കേതിക ശാസ്ത്ര രീതിയിലാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. ഇത്രയധികം ഡൈവേഴ്സിറ്റി ഉണ്ട്, അത് സംരക്ഷിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ഇപ്പൊ തന്നെ എനിക്ക് മുമ്പ് ചോദിച്ച ഒരു സഹോദരി പറഞ്ഞല്ലോ, സാധാരണക്കാർക്ക് ഇതൊന്നും മനസ്സിലാകത്തില്ലെന്ന് പറഞ്ഞാൽ. അപ്പൊ ആ പശ്ചാത്തലത്തില് നമ്മളിതിനെ ഒരു വ്യത്യസ്തമായ സമീപനം എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ആത്മീയം എന്ന് പറയാം. ആത്മീയം എന്ന് പറയുമ്പോൾ ശരിക്കുള്ള അമ്പലം പള്ളിയൊന്നും അല്ല ഉദ്ദേശിക്കുന്നത്.
ഇത് നമ്മളുടെ നിലനിൽപ്പിന്റെ ഒരു ആവശ്യമാണ് എന്ന ഒരു ബോധ്യം ഉണ്ടാകത്തക്കവണ്ണം ഒരു പ്രചരണം. മാത്രമല്ല, ഇതിന് ഏറ്റവും നല്ല ഒരു വേദി എന്ന് പറയുന്നത് നമ്മുടെ വിദ്യാഭ്യാസമാണ്. ഈ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ അത് 1ാം ക്ലാസ് തൊട്ട് കോളേജ് വരെ റിസർച്ച് വരെയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ടെങ്കിൽ പോലും അതെല്ലാം ഈ പാശ്ചാത്യ രീതിയിലാണ് ചെയ്യുന്നത്. എന്താ ഇപ്പൊ സാർ തന്നെ ഇൻവേർട്ടിബ്രേറ്റ്സിനെ പറ്റിയും വെർട്ടിബ്രേറ്റ്സിനെ പറ്റിയും അല്ലെങ്കിൽ സസ്യങ്ങളെ പറ്റിയും മത്സ്യങ്ങളെ പറ്റിയും ഒക്കെ പറയുമ്പോഴേ അത് സാധാരണക്കാർക്ക് അത്ര ദഹിക്കുന്നതിനുള്ള സാധ്യതയില്ല. നേരെ മറിച്ച് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത് നമ്മുടെ നിലനിൽപ്പിന്റെ ഒരു പ്രശ്നമാണ് എന്ന തരത്തിൽ ഇപ്പൊ നമ്മൾ സാർ ഇടയ്ക്ക് അതിനെപ്പറ്റി പറഞ്ഞല്ലോ, ഈ കോവിഡിന്റെ ഈ പശ്ചാത്തലത്തിൽ ഈ കോവിഡിനെ പറ്റി പറയുമ്പോഴും നമ്മൾ എന്തോ പറയുന്നത്, നമ്മൾ പറയുന്നത് വാക്സിൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇല്ലേ? അപ്പം ഇതിനെല്ലാം ഒരു പരിഹാരം ഉണ്ടെന്നുള്ള മട്ടിലാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. പരിഹാരമില്ല, അതാണ് യാഥാർത്ഥ്യം. ആ പരിഹാരമില്ലെന്ന് പറയാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. മറിച്ച് ഈ പറയുന്ന നമ്മുടെ വാക്സിൻ ഉണ്ടാക്കുന്ന കമ്പനികളും അവരുടെ സഹായികളും പിണിയാളികളുമായ നമ്മുടെ സർക്കാരും അതിനാ പ്രാധാന്യം കൊടുക്കുന്നത്. ഞാൻ എൻ്റെ ആശയം കുറച്ചെങ്കിലും വ്യക്തമാക്കിയെന്ന് കരുതുന്നു. തൽക്കാലം ഞാൻ നിർത്തുകയാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് എന്റെ പറച്ചിൽ ശരിയായിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ ആദ്യം സതീഷ് ചന്ദ്രൻ, അതെപ്പോഴും സതീഷ് ചന്ദ്രനെ പറ്റി ഞാനും സതീഷ് ചന്ദ്രനും ഒരേ കാലഘട്ടത്തിൽ തിരുവനന്തപുരത്ത് ഞങ്ങളുടെ ബിരുദാനന്തര പഠനം നടത്തിയ ഒരു ആളെന്ന നിലയ്ക്കാണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ വിവരം അറിയാൻ ആഗ്രഹിച്ചത്. രണ്ടാമത്തെ കാര്യം, ഈ പറഞ്ഞതുപോലെ ഈ സമീപനം നമുക്ക് എത്രമാത്രം സ്വീകാര്യമാണ്. നിങ്ങളെപ്പോലുള്ള കുറെ അധികം ആളുകൾ വളരെ ആത്മാർത്ഥമായിട്ട് വളരെ ശുഷ്കാന്തിയോടെ ഇതൊക്കെ ചെയ്യുമ്പോഴും ഇത് കാര്യമായിട്ടൊരു പ്രതികരണം ഉണ്ടാകുന്നില്ല നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞല്ലോ. അപ്പൊ അതിന്റെ അർത്ഥം മെത്തഡോളജി ദാറ്റ് വി യൂസ് അത് ശരിയല്ല. അപ്പൊ വേറൊരു മെത്തഡോളജിയാ സ്വീകരിക്കേണ്ടത് എന്ന ഒരു എളിയ അഭിപ്രായമാണ് ഞാനിപ്പോൾ അവതരിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും അത് നമ്മൾ ജയിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ അതുകൊണ്ടാണല്ലോ അതിരപ്പള്ളി അവർക്ക് ഇത്രയും കാലം നടപ്പിലാക്കാൻ പറ്റാത്ത നമ്മുടെ ഈ ഒരു ചെറിയ പ്രവർത്തനം കൊണ്ടാണല്ലോ ഇത്രയും കാലം നമ്മൾ ഇതിനു വേണ്ടി പോരാടിയിട്ടുള്ളത് കൊണ്ടാണ് നമുക്ക് അതിരപ്പള്ളിയൊക്കെ നമുക്ക് ഇപ്പോഴും നമുക്ക് നിലനിർത്താൻ കഴിഞ്ഞത്. അപ്പൊ അതിന് നമുക്ക് പറഞ്ഞ പോലെ കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ മാറ്റേണ്ടതുണ്ട്, പലതും മാറ്റപ്പെടേണ്ടതുണ്ട്. കുറച്ചുകൂടി ആൾക്കാർക്ക് സിമ്പിളായിട്ട് സാധാരണക്കാർക്കും കൂടി ഉൾക്കൊള്ളാൻ കഴിയുന്ന തരത്തിലേക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ നമുക്ക് മാറ്റാൻ നമ്മൾ തീർച്ചയായിട്ടും പ്രവർത്തിക്കണം. അത് നല്ലൊരു കാര്യമാണ്. അത്തരം കാര്യങ്ങൾ നമ്മൾ ആലോചിക്കണം. എന്താണ് നമുക്ക് ഇനി എങ്ങനെയൊക്കെ നമുക്ക് ഇതിനെക്കുറിച്ച് മാറ്റിയിട്ട് എന്തൊക്കെ തരത്തിൽ നമുക്ക് സംരക്ഷണത്തിന് നമുക്ക് കുറച്ചുകൂടി പുതിയ രീതിയിൽ നമുക്ക് കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നുള്ള കാര്യം തീർച്ചയായിട്ടും നമ്മൾ ആലോചിക്കണം. അതൊരു നല്ലൊരു അഭിപ്രായം തന്നെയാണ്. പിന്നെ സതീഷ് ചേട്ടനെ കുറിച്ച് പറഞ്ഞു, ഡോക്ടർ സതീഷ് ചന്ദ്രൻ അദ്ദേഹം തിരുവനന്തപുരത്തുണ്ട്. പക്ഷെ പ്രധാനപ്പെട്ട വലിയ പ്രോഗ്രാമിലൊന്നും അദ്ദേഹം പങ്കെടുക്കുന്നതായിട്ട് അറിയില്ല. അദ്ദേഹം കല്ലാറിലാണ് ഇപ്പൊ അദ്ദേഹം താമസിക്കുന്നത്. തിരുവനന്തപുരം കല്ലാറിൽ ഒരു വീട് വെച്ചിട്ട് അവിടെ താമസിക്കുകയാണ്. അദ്ദേഹത്തിനെ വളരെ അപൂർവമായിട്ട് മാത്രമേ കാണാറുള്ളൂ. പൊതു വേദികളിലൊന്നും അദ്ദേഹത്തിനെ കാണാറില്ല. അതാണ് ഡോക്ടർ സതീഷ് ചന്ദ്രനെ കുറിച്ച് എനിക്കിപ്പോ പറയാനുള്ളത്. അദ്ദേഹത്തിന്റെ കോണ്ടാക്ട് നമ്പർ ഉണ്ടോ? അദ്ദേഹത്തിന്റെ കോണ്ടാക്ട് നമ്പർ എന്റെ കയ്യിൽ. അദ്ദേഹം വിളിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ഞാൻ പറയാൻ പാടില്ല, എന്നാൽ അദ്ദേഹം വിളിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും അദ്ദേഹം എടുക്കാറില്ല. അദ്ദേഹം ചിലപ്പം സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറയുക, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ കോണ്ടാക്ട്, അദ്ദേഹത്തിന്റെ സഹധർമ്മിണി ശാന്തി ചേച്ചിയായിട്ട് കോണ്ടാക്ട് ഉണ്ട്. ശാന്തി ചേച്ചിയെ കാണാറുണ്ട്, ശാന്തി ചേച്ചി അടുത്ത് സംസാരിക്കാറുണ്ട്. അങ്ങനെ ശാന്തി ചേച്ചി വഴിയാണ് ഡോക്ടർ സതീഷ് ചന്ദ്രന്റെ കാര്യങ്ങൾ അറിയുന്നത്. അദ്ദേഹം പലപ്പോഴും വിളിച്ചു കഴിഞ്ഞാൽ സംസാരിക്കാൻ താല്പര്യപ്പെടാറില്ല. അതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു വിഷമം. ശാന്തി ചേച്ചിയുടെ നമ്പർ വേണമെങ്കിൽ, കോണ്ടാക്ട് നമ്പർ വേണമെങ്കിൽ ഞാൻ നോക്കുകയാണെങ്കിൽ ഞാൻ അയച്ചു തരാം. ശാന്തി ചേച്ചിയുടെ സംസാരിക്കാൻ പറ്റും. താങ്ക് യു സാർ. അത് ഈ നടപ്പിലാക്കുന്ന ചില പ്രശ്നം ഇവിടെ തന്നെ തിരുവനന്തപുരത്തിന് ചാറാച്ചിറ കുളം അത് എന്ത് വിരുദ്ധമായിട്ടുണ്ട്, യാതൊരു കോമൺ സെൻസും ഇല്ലാതെ കെട്ടി നിർത്തുന്ന തരത്തിലേക്ക് അതിന്റെ ഔട്ടറും ഇന്നറും ഒന്നും ഇല്ലാതെയൊക്കെയാണ് പണി. അത് കോർപ്പറേഷൻ, അത് വികസനമാണ് അവിടെ. അപ്പൊ ഈ സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിട്ട് ജീവിക്കാൻ പൈസ പോരെ എന്ന് ചോദിക്കുന്ന ഒരു ബോധം മാത്രമേ അവർക്കുള്ളൂ. അപ്പൊ അവർക്ക് കുറെ ഓഫേഴ്സ് കൊടുക്കാണ്. ഇവിടെ ഇപ്പം കോംപ്ലക്സ് വരും, അപ്പൊ അവിടെ നിങ്ങൾക്ക് സാധ്യത കിട്ടും, ജോലി കിട്ടും, അങ്ങനെ കിട്ടും, ഇവിടെ വൃത്തി വരും. അപ്പൊ എല്ലാം ടൈൽസ് ഇട്ട് സുന്ദരമാക്കി വെക്കുന്നതാണ് പ്രകൃതി വികസനമൊന്നും, ഇല്ലെങ്കിൽ അതാണ് വൃത്തിയെന്നൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്ന ഒരു അത് കാലഘട്ടത്തിന്റെ ഒരു പ്രശ്നം കൂടിയാണ്. അത് ഇപ്പൊ വീടുകളിൽ തന്നെ നമുക്ക് കാണാം. ഒരു ഭാഗത്ത് വീടിന്റെ മൊത്തം ടൈൽസ് ഇട്ട് വെച്ചിരിക്കും. മണ്ണെന്ന് പറഞ്ഞ സാധനം, മണ്ണിൽ കാല് കുത്തിയാൽ എന്തോ സംഭവിച്ചോ എന്നുള്ള മട്ടിലാണ് ഇപ്പോഴത്തെ മലയാളിയുടെ ഒരു ജീവിതം. അത് നമുക്ക് അങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട്. നമ്മളിപ്പം വളരെ ഈസി ആയിട്ട് പൊളിക്കാൻ പറ്റുന്ന തരത്തിലല്ലാത്ത കുറച്ചത്. പിന്നെന്ന് പറഞ്ഞാല് ഞാൻ ഈ പറഞ്ഞ പൈസ മതിയല്ലോ ജീവിക്കാൻ, വേറെ എന്താ ആവശ്യമുണ്ടെന്നുള്ള ചോദ്യം ചോദിക്കുന്ന മനുഷ്യരാണ് ഒരു എബോവ്, എനിക്ക് തോന്നുന്നത് 60% എങ്കിലും എന്ന് തോന്നുന്നു. അതൊരു വലിയൊരു പ്രശ്നമാണ്.
പൈസ മാത്രം പോരാ ജീവിക്കാനെന്നുള്ളൊരു ബോധം ഇപ്പോഴും എത്തിയിട്ടില്ല. ഇത്രയെങ്കിലും സാർ പറഞ്ഞ കണക്ക് സംഭവം ശരിയാണ്, കുറച്ചെങ്കിലും ഒരു ബോധം വന്നിട്ടുണ്ട്, കുറച്ച് ആൾക്കാർ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോഴും ഈ വികസനത്തിന്റെ പേരിൽ കോർപ്പറേറ്റുകൾക്ക് ഒത്താശ ചെയ്യുന്ന, ഇല്ലെങ്കിൽ ഈ കുറച്ച് ഗുണ്ടായസിന്റെ തലത്തിൽ തന്നെ, കാരണം അന്ന് ചാറച്ചപ്പോൾ ഏകദേശം തല്ല് കിട്ടും എന്നൊക്കെ തരത്തിലേക്ക് പോലും വന്ന് തടഞ്ഞു വെക്കുകയൊക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിയുമ്പോഴത്തേന് ഇതെന്തൊക്കെ ചെയ്തിട്ടും ഇത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ മടുത്തു പോകുന്നത് കൊണ്ടായിരിക്കും ഒരുപക്ഷെ ഈ പറഞ്ഞ പക്ഷെ നേരത്തെ ഫോൺ എടുക്കാത്തതോ ഇല്ലെങ്കിൽ അങ്ങനെയൊക്കെ വരുന്നത്. എന്തൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാലും ഇത് ഈ ഏത് സർക്കാർ വരുമ്പോഴത്തേനും ഇങ്ങനത്തെ കുറെ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ അവര് എങ്ങനെ അതിനകത്ത് പൈസ ഉണ്ടാക്കാമെന്നുള്ള തരത്തിലേക്കാണ്. ശരിക്കും ഇത് ഒരു കണക്കിന് കുറെ കുളങ്ങളൊക്കെ പുനരുദ്ധരിക്കുകയും അതിനകത്ത് വാളുകെട്ടിത്തിരിക്കുകയും അങ്ങനെയൊക്കെ ചെയ്തൊക്കെ വരുന്നുണ്ടെങ്കിൽ പോലും അതത്ര വ്യാപകമായ രീതിയിൽ പ്രകൃതിയുടെ മനുഷ്യന് ആവശ്യമാണ് എന്നുള്ളൊരു ബോധം വരുന്നില്ല എന്നുള്ളത് വളരെ സത്യമാണ്. തുമ്പികളോടും പക്ഷികളോടും ഒക്കെ ഉള്ള താല്പര്യത്തെ പറ്റി ചോദിച്ചതുടന്ന് സംസാരിച്ചത് കണ്ടായിരുന്നു. തുമ്പികളോടും പക്ഷികളോടും ഒക്കെ ഉള്ള ഒരു താല്പര്യത്തിന്റെ കാരണം എന്താ? ഞങ്ങൾക്കൊന്നും തോന്നാത്ത പോലെ സാറിന് മാത്രം തോന്നി. അതെനിക്ക് തോന്നാൻ കാരണം ഞാൻ ശരിക്കും എന്റെ തുടക്കം ഞാൻ പ്രകൃതി, എനിക്കൊരു വീട്ടിൽ തന്നെ ഒരു പ്രകൃതിയെ കുറിച്ചൊരു അവബോധം ഉണ്ടായിരുന്നു വീട്ടിൽ അച്ഛനും അമ്മയ്ക്കൊക്കെ. അപ്പൊ അങ്ങനെ പ്രകൃതി നിരീക്ഷണം ഇങ്ങനെ ചെറുപ്പകാലത്ത് തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനൊരു ഗൈഡൻസ് തന്നത് ഇന്ദുചൂഡൻ സാറാണ്. ഇപ്പൊ നേരത്തെ ഡോക്ടർ ശ്രീകുമാർ പറഞ്ഞ പോലെ ഇന്ദുചൂഡൻ സാറിനെ, നീലകണ്ഠൻ സാറിനെ സൈലന്റ് വാലി പ്രക്ഷോഭമായിട്ടും അതുപോലെ തന്നെ നമ്മുടെ തേക്കടിയിലുള്ള പക്ഷി നിരീക്ഷണ ക്യാമ്പിലൊക്കെ പരിചയപ്പെടാൻ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇങ്ങനെ കാടുകയറി നടക്കുന്നത് നല്ലത് തന്നെ, പക്ഷെ കാടുകയറി നടക്കുന്ന നിങ്ങളെപ്പോലുള്ള ആൾക്കാർ എന്തുകൊണ്ട് ഈ പക്ഷികളെ കുറിച്ചും അല്ലെങ്കിൽ അതുപോലുള്ള നിങ്ങളെ ചുറ്റും കാണുന്ന വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളൂ, അപ്പൊ എന്തുകൊണ്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിക്കൂടാന്ന് അദ്ദേഹത്തിന്റെ നിരന്തരമായിട്ടുള്ള ഒരു ഗൈഡിങ് ആണ്. തീർച്ചയായിട്ടും എനിക്കതിലേക്ക് കൂടുതൽ പക്ഷികളെ ആദ്യം നോക്കി, പക്ഷികളെ നോക്കിക്കഴിഞ്ഞപ്പോൾ പഠിച്ചെങ്കിൽ പിന്നെ വീണ്ടും എന്തുകൊണ്ട് ചുറ്റും കാണുന്ന ചിത്രശലഭങ്ങളെ നോക്കിക്കൂടാൻ തോന്നി. അപ്പൊ അത് കഴിഞ്ഞ് നോക്കുമ്പോൾ അതുപോലെ തന്നെ തുമ്പികളുണ്ട്, തവളകളൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ എല്ലാം കൂടി ഉൾക്കൊള്ളാൻ പലപ്പോഴും ഇതിന്റെ എല്ലാ കാര്യങ്ങളും, ശാസ്ത്രീയമായ കാര്യങ്ങൾ പലപ്പോഴും എല്ലാം കൂടി ഒരുമിച്ച് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. എങ്കിലും കഴിയുന്നിടത്തോളം ഒരു വനയാത്ര നടത്തുമ്പോൾ എന്തെങ്കിലും അപൂർവമായി കണ്ടു കഴിഞ്ഞാൽ, ഇപ്പൊ തുമ്പികളെ വേണമെന്നില്ല, ഇപ്പം എന്തെങ്കിലും പ്രധാനപ്പെട്ട ഒരു സസ്യത്തിനെ കണ്ടു കഴിഞ്ഞാൽ, നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത കണ്ടു കഴിഞ്ഞാൽ അതിനെ ഫോട്ടോ എടുത്തിട്ട് അതുമായി ബന്ധപ്പെട്ട ആൾക്കാരെ കാണിക്കുകയും അതെന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ഇതുകൊണ്ടാണ് പ്രധാനമായിട്ടും എനിക്ക് നന്ദി പറയാനുള്ളത് എന്റെ അച്ഛനമ്മമാരോടും അതോടൊപ്പം തന്നെ നീലകണ്ഠൻ സാർ, ഇന്ദുരൻ സാറുമാണ് എനിക്കിങ്ങനെ പ്രകൃതിയിലേക്ക് ഇത്രയും നന്നായിട്ടൊരു നോക്കാനും പ്രകൃതി സംരക്ഷണത്തിനുള്ള ഒരു മനസ്സിനൊരു അങ്ങനെ ഒരു ഇത്രയും കാലം ഇങ്ങനെ നിലനിന്ന് കൊണ്ടുപോകാൻ, എന്റെ ജോലി തിരക്കിനിടയിലും കൊണ്ടുപോകാൻ എനിക്ക് സഹായിച്ചത് അത് തന്നെയാണ്. അതുപോലെ തന്നെ പ്രകൃതി തന്നെയാണ് എല്ലാത്തിനും ഒരു കാരണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ആനക്കയം പദ്ധതിയാണ്. ഹലോ, ഈ ആനക്കയം പദ്ധതിയുടെ നമ്മളിപ്പോൾ നടത്തിവരുന്ന ആക്ടിവിറ്റീസിന്റെ ഒരു ആകെത്തുക അല്ലെങ്കിൽ അതിന്റെ ഒരു ബ്രീഫ് എന്താ പറയുക, ഒരു ബ്രീഫിങ് ഇതിൽ ആർക്കെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? എനിക്ക് തോന്നുന്നു അവരുടെ ചാലക്കുടി പുഴ സംരക്ഷണ സമിതി അല്ലെങ്കിൽ അവരാരും ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി പറയാൻ പറ്റുമായിരുന്നു. അതുപോലെ രാജശ്രീ അവരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട തൃശ്ശൂരായിട്ടുള്ള ആൾക്കാർക്ക് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് പറയാൻ കഴിയുമായിരുന്നു തോന്നുന്നു. അപ്പോ നമുക്ക് നാഷണൽ ലെവലിൽ ഒരു ഡ്രീം ട്രിബ്യൂണൽ ഒരു പെറ്റീഷൻ കൊടുക്കാൻ പറ്റുമെന്ന് അനു ജസ്റ്റിസ് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചേർന്നിട്ട് അത്തരം കാര്യങ്ങൾ നമ്മൾ ആലോചിക്കാണ്ട്, നമുക്ക് മിനിസ്റ്റർ ഓഫ് എൻവയോൺമെന്റിനൊക്കെ പണ്ട് നമ്മൾ അതിരപ്പള്ളിയുടെ സമയത്ത് മിനിസ്റ്റർ ഓഫ് എൻവയോൺമെന്റിന്റെ വിവിധ സംഘടനകൾ അവർ നടത്തിയ പഠനങ്ങളും അവരുടെ കാഴ്ചപ്പാടുകളും പെറ്റീഷൻ നമ്മൾ സമർപ്പിച്ചിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് അതിരപ്പള്ളിയെ നമുക്ക് ഇത്രയും നാളെ നമുക്ക് പിടിച്ചു നിർത്താൻ കഴിഞ്ഞത്. അതുപോലെ ഈ ആനക്കയത്തിനും അതുപോലെ ചാലക്കുടി പുഴ സംരക്ഷണ സമിതിയും അതുപോലെ കോട്ടയം നേച്ചർ സൊസൈറ്റി, ആലപ്പുഴ നേച്ചർ സൊസൈറ്റി, അതുപോലെ തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന പ്രകൃതി സംഘടനകൾ, മൊത്തം കേരളം ഒട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരും, ട്രീ വാക്ക്, അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്ന് നമുക്ക് പ്രവർത്തിച്ച തീർച്ചയായിട്ടും നമുക്ക് ഇതിനൊരു നല്ലൊരു ഇത് കണ്ടെത്താൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു. വളരെ പെട്ടെന്ന് തന്നെ വേണം. കാര്യം മരങ്ങൾ മുറിക്കാനുള്ള കരാർ ആയെന്നൊക്കെയാണ് ഞാൻ അവരുടെ ചാലക്കുടി പുഴ സംരക്ഷണ സമിതിക്കാരിൽ നിന്ന് അറിയാൻ കഴിയും. ബ്രീഫിംഗ് ആർക്കെങ്കിലും പറ്റുമെങ്കിൽ നമുക്ക് ഇതിലോ പങ്കെടുത്തിരിക്കുന്ന ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പറ്റുമെങ്കിൽ നന്നായിരുന്നു അതിനെക്കുറിച്ചൊന്ന് പറയാൻ. സംരക്ഷണം അങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ളത്.
അതെ, ജീവിസ് പറഞ്ഞിരിക്കുന്നത് ശരി തന്നെയാണ്. 2018 ഈ കോളനിക്ക് അടുത്താണ് ഏറ്റവും ടണലുണ്ടാക്കുന്ന സ്ഥലത്താണ് വലിയ മലയിടിച്ചിലുണ്ടായത്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് മുൻനിർത്തിക്കൊണ്ട് നമുക്ക് ഇത് സംരക്ഷിക്കണം, നമ്മൾ ശക്തമായിട്ട് നമ്മൾ ആവശ്യപ്പെടേണ്ടതാണ്. നമ്മുടെ ഇന്നത്തെ ഈ വെബിനാറിന്റെ സർട്ടിഫിക്കറ്റ്സ് കിട്ടണം എന്നുള്ള ആവശ്യമുള്ളവർക്ക് നമുക്കൊരു കീ വേർഡ് ഉണ്ട്. അപ്പോൾ ആ കീ വേർഡ് സേവ് ആനക്കയം എന്നുള്ളതാണ്. നമ്മുടെ ചാറ്റ് ബോക്സിനകത്ത് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ലിങ്കും ഒപ്പം താഴെ തന്നെ നൽകിയിട്ടുണ്ട്. സാറേ, ഒരു ചോദ്യം. എൻ്റെ പേര് ജഗന്നാഥ് എന്നാണ്. എൻ്റെ ചോദ്യം ഇതാണ്: നമ്മുടെ ആനക്കയത്തെ ബയോഡൈവേഴ്സിറ്റിയെ കുറിച്ചിട്ടുള്ള പബ്ലിഷ്ഡ് ആയിട്ടുള്ള പോലെ ബുക്കോ അല്ലെങ്കിൽ ആർട്ടിക്കിളോ കിട്ടാൻ മാർഗമുണ്ടോ? എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ഇപ്പൊ ബേർഡ് സർവേ റിപ്പോർട്ട് 2005 വരെയൊക്കെയുള്ള ഉണ്ട്. അല്ലാതെ എനിക്ക് തോന്നുന്നു ബയോഡൈവേഴ്സിറ്റി ബോർഡ് ഇപ്പോൾ ഒരു ആനക്കയറ്റിനെ കുറിച്ചൊരു അവർ നടത്തിയ ബേർഡ്സും ആംഫീബിയൻസ്, ബട്ടർഫ്ലൈസോ ഡ്രാഗൺ ഫ്ലൈസ് ഒക്കെ ചേർന്നിട്ടുള്ള ഒരു പഠന റിപ്പോർട്ട് അവർ പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ട് ബയോഡൈവേഴ്സിറ്റി ബോർഡിന്റെ. അപ്പൊ ബയോഡൈവേഴ്സിറ്റി ബോർഡിൽ അന്വേഷിച്ച് കഴിഞ്ഞാൽ അത് കിട്ടും. അവരുടെ PDF ഒക്കെ അവൈലബിൾ ആണ്. ബയോഡൈവേഴ്സിറ്റി ബോർഡ് ഒരു ലഘു പഠനം നടത്തിയിട്ടുണ്ട് അവിടുത്തെ ബേർഡ്സിനെ കുറിച്ചും ബട്ടർഫ്ലൈസിനെ കുറിച്ചും. പിന്നെ എനിക്ക് തോന്നുന്നു ഡ്രാഗൺ ഫ്ലൈസ്, ഒഡോനെറ്റെ കുറിച്ചുള്ള മൂന്ന് ഇതിനെക്കുറിച്ച് ചേർത്തിട്ടുള്ള വാഴച്ചാല്, അതിരപ്പള്ളി എല്ലാം കൂടെ ചേർന്നിട്ടുള്ള വനമേഖലയിലെ അവർ വേറെ 2-3 ചേർത്തിട്ട് അതിന്റെ കൂടെയാണ് ഈ വാഴച്ചാലും ചേർത്തിരിക്കുന്നത്. പക്ഷെ എന്നാലും അതിനെക്കുറിച്ചൊരു ഒരു പൊതുവായിട്ടുള്ള ഒരു കുറച്ച് നല്ല വിവരണം അതിൽ നിന്ന് കിട്ടും ആ ബയോഡൈവേഴ്സിറ്റി ബോർഡിന്റെ. അവരുടെ എനിക്ക് അതിന്റെ PDF ആണുള്ളത്. അതിന്റെ പ്രിന്റഡ് കോപ്പി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ ഉണ്ടെങ്കിൽ PDF വേണമെങ്കിൽ പറ്റുമെങ്കിൽ ഞാനത് എനിക്ക് എന്റെ നമ്പറിലേക്ക് താങ്കൾ മെസ്സേജ് അയച്ചാൽ ഞാനത് വാട്സപ്പിൽ അയച്ചു തരാം. അപ്പൊ എന്റെ നമ്പറിലോട്ടൊന്ന് അയച്ചാൽ മതി. അശോക് മാഷിന് ചുറ്റും നമ്പർ കിട്ടും. അപ്പൊ അതിൽ അയച്ചു ഉണ്ടായിരുന്നല്ലോ. ഉണ്ട്. അപ്പൊ അതിൽ അയച്ചാൽ മതി. ഞാൻ ആ PDF അയച്ചു തരാം. ആ ബയോഡൈവേഴ്സിറ്റി ബോർഡിന്റെ PDF അയച്ചു തരാം. സാർ, ഞാൻ അലീനയാണ്. സാർ, നമുക്ക് കോളേജുമായിട്ട് ബേസ് ചെയ്ത് ഇന്നുണ്ട്. അതായത് നമുക്ക് കുട്ടികളായിട്ട് എന്തെങ്കിലും ഇതിന് നമുക്ക് ചെയ്യാൻ പറ്റുമോ? ടീച്ചർ, നിങ്ങൾക്ക് ചെറിയ എന്തെങ്കിലും പ്രോജക്റ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് അവിടുത്തെ എന്തെങ്കിലും നിങ്ങൾ എന്തെങ്കിലും കുറിച്ചും ഒരു റിപ്പോർട്ടുകൾ ഉണ്ടാക്കിയിട്ട് അത് നിങ്ങളുടെ കോളേജ് വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് നന്നായിരിക്കും. നിങ്ങൾ എന്തൊക്കെ കണ്ടു, നിങ്ങളുടെ പഠനം എന്തൊക്കെയാണെന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയും. അപ്പം കോളേജ് വഴി അങ്ങനത്തെ എന്തെങ്കിലും ചെറിയ പ്രോജക്റ്റോ അങ്ങനെ എന്തെങ്കിലും നോക്കിയിട്ട് ഈ ഒരു പദ്ധതി പ്രദേശത്തൊന്ന് സന്ദർശിക്കാൻ കഴിഞ്ഞാൽ നന്നായിരിക്കും. അതിനെക്കുറിച്ച് എന്നിട്ട് ഒരു ചെറിയ റിപ്പോർട്ടും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അതും നമ്മുടെ ഈ പൊതുവായിട്ടുള്ള ഇതിൽ കുട്ടികളുടെ കാഴ്ചപ്പാടിൽ നിങ്ങൾ എന്തൊക്കെയാണ് കണ്ടത്, എന്തൊക്കെയാണ് ഇപ്പൊ അവിടെ ഉള്ളതെന്നൊക്കെയുള്ള രീതിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ സ്റ്റുഡൻസ് എന്തൊക്കെയാണ് അത് നിരീക്ഷിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ അതും നമുക്ക് നന്നായിട്ട് ഈ സംരക്ഷണത്തിന് നമുക്ക് ഉപകരിക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കോളേജിൽ നിങ്ങളുടെ സുവോളജി ഡിപ്പാർട്ട്മെന്റായിട്ട് ചോദിച്ചിട്ട് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ എന്തെങ്കിലും പറ്റുമെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റായിട്ട് സഹകരിച്ചിട്ട് അവരുടെ അനുവാദത്തോടു കൂടി ഒരു ചെറിയ പഠനം എന്തെങ്കിലും നടത്തുക. എന്നിട്ട് അതിന്റെ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുക. അപ്പൊ അതും നമുക്ക് നമ്മുടെ ഈ പഠനങ്ങൾക്കിടയിൽ ഒരു കൂട്ടിച്ചേർക്കലാവും. പുതിയ റീസെന്റ് ആയിട്ടുള്ള നിങ്ങളുടെ പുതുതലമുറ പുതിയ സ്റ്റുഡൻസിന് എന്തൊക്കെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതും നല്ലൊരു കാര്യമാണ്. അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. ഹലോ, ഞാൻ വീണയാണ്. അലീന ഇപ്പൊ അലീന ചോദിച്ചതിനോട് ഒരു അഡീഷൻ കൂടെ ഞാൻ പറഞ്ഞോട്ടെ. നിങ്ങൾക്ക് ഇപ്പൊ കോളേജ് തലത്തില് അല്ലെങ്കിൽ നിങ്ങളുടെ ജൂനിയേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവരുമായിട്ട് ചേർന്നിട്ട് ഒരു ഓൺലൈൻ പെറ്റീഷൻ പോലെ നമ്മൾ change.org കൊടുക്കില്ലേ, അതുപോലെ ഉള്ള എന്തെങ്കിലും ഒരു സാധനം. അതായത് മാസീവ്ലി യങ് പീപ്പിൾ, ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാര് ഇങ്ങനത്തെ പദ്ധതികൾക്ക് എതിരാണ് എന്നുള്ളത് നമ്മുടെ ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും ഇരിക്കുന്നവർക്ക് ബോധ്യമാവണം. അവരാണ് ആക്ച്വലി, അതായത് ഇന്നത്തെ പ്രതിപക്ഷമായിരിക്കും നാളെ നമ്മുടെ ഭരണപക്ഷമായിട്ട് മാറുന്നത്. അപ്പോൾ അവർക്ക് ബോധ്യമാണ്, യങ്സ്റ്റേഴ്സ് സംസാരിച്ച് തുടങ്ങി എന്നുള്ളത് ബോധ്യമാവണം. അത് നിങ്ങൾ പത്രങ്ങൾക്ക് കൊടുക്കുമ്പോഴാണെങ്കിലും ഏത് മീഡിയ വഴിയാണെങ്കിലും നിങ്ങളുടെ സോഷ്യൽ മീഡിയ വഴിയാണെങ്കിലും ഒക്കെയുള്ള കോണ്ടാക്റ്റുകൾ വഴി ഇത് മാക്സിമം പ്രചാരം ലഭിക്കണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. ഇപ്പൊ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 പേര് സംസാരിക്കുന്നു, 20 പേര് കയ്യാലപ്പുറത്താണ്. ബാക്കിയുള്ളവർക്ക് ഇനിയിപ്പോ എന്തായാലും കുഴപ്പമില്ല, ഇനി വന്നോട്ടെ, പോരുന്നതൊക്കെ ഇനി പോന്നോട്ടെ എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ ഇരിക്കുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് അതിന് പകരം നമ്മുടെ പോപ്പുലേഷനിൽ നേരത്തെ സുധർമ്മ ചേച്ചി സംസാരിച്ചപ്പോ പറഞ്ഞു, അതായത് ഒരുപാട് പേരും ഒരു കാഴ്ചക്കാരെ പോലെ മാത്രം നിൽക്കുകയാണ്.
പക്ഷെ നിങ്ങളുടെയൊക്കെ ഉള്ളിൽ ഡിസിഷൻ ഉണ്ട്. പക്ഷെ നിങ്ങൾ അത് പറയാൻ പേടിക്കുക, അല്ലെങ്കിൽ കുഴപ്പമില്ല പിന്നെ ആയിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് മാറ്റി വെക്കുകയാണ്. അപ്പൊ അതിനു പകരം ഇനി സമയമില്ല എന്നുള്ളത് തന്നെ നമ്മൾ തിരിച്ചറിയണം. കാര്യം അത്രയും രൂക്ഷമായി കഴിഞ്ഞു ഈ കാലാവസ്ഥാ വ്യതിയാനം മൂലം ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളും. അത് കൂടാതെ നമ്മൾ ഇന്ന് ഡെവലപ്മെന്റ് പോലും റീഡിഫൈൻ ചെയ്യേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അപ്പോൾ നിലനിൽപ്പാണോ അത്യാവശ്യം, നമ്മുടെ ലക്ഷറീസ് ആണോ അത്യാവശ്യം എന്ന് നമ്മൾ തിരിച്ച് ആലോചിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ്. അപ്പം സുധർമ്മ ചേച്ചി പറഞ്ഞതുപോലെ ഒരു കാഴ്ചക്കാരായിട്ട് മാറി നിൽക്കാതെ നിങ്ങൾ ഇൻവോൾവ് ആണെന്ന് നിങ്ങൾ നിരന്തരം കാണിക്കണം. ഇങ്ങനെ ഒരു കാര്യം കാണുമ്പോൾ, ഇങ്ങനെ ഒരു ടോക്ക് കേൾക്കുമ്പോൾ അതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്തെങ്കിലും തരത്തിൽ മീഡിയാസ് ഉപയോഗിച്ചിട്ട് അത് വെളിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കണം എന്നും എനിക്കൊരു സജഷൻ ഉണ്ട്. അതും കൂടെ നിങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഇവിടെ ഈ PC ജോൺ സാറിന്റെ സൂളൈക്കൽ സൊസൈറ്റി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ അഭിലാഷ് സാറിന്റെ കെയർ ഓഫില് കോണ്ടാക്റ്റില് ഉള്ള ഒരു നല്ല വിഭാഗം ടീച്ചേഴ്സ് ഉണ്ട്. നിങ്ങൾ എല്ലാവരും തന്നെയും ഈ വെബിനാറുകൾ നടത്തുന്നുണ്ടെന്നുള്ളത് എനിക്കറിയാം. അപ്പം അതിനകത്ത് നമുക്ക് വീണ്ടും ഇത് ഈ നിങ്ങളുടെ ആ സർക്കിളിൽ, അപ്പൊ നിങ്ങളുടെ സപ്പോസ് ഇപ്പൊ കോളേജ് സ്റ്റുഡൻസിന് മാത്രമായിട്ട് നടത്തുന്ന വെബിനാറുകളിൽ ഈ പ്രശ്നം അവതരിപ്പിക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ സുശാന്തിന്റെ ടോക്ക് തന്നെയാണെങ്കിലും അതിനകത്ത് വീണ്ടും കേൾപ്പിക്കാം. അങ്ങനെ ചെയ്താല് എന്നിട്ട് നമുക്ക് വീണ്ടും ഈ ഒരു ഓൺലൈൻ പെറ്റീഷന്മാര് അല്ലെങ്കിൽ മറ്റേ രീതിയിൽ ഇവരെല്ലാവരെയും കൊണ്ട് ഇത് തന്നെയാണ് നമ്മൾ പണ്ട് ഈ സൈലന്റ് വാലി കാലത്തും ചെയ്തത്. ഇങ്ങനെ ഒരു ടാക്ടിക്സ് ആണ്. നമ്മൾ ഒരു ഘട്ടത്തിൽ നമ്മൾ കംപ്ലീറ്റ് നമ്മൾ വിട്ടുപോയി, നമ്മുടെ കൈവിട്ടു പോയി എന്നുള്ളൊരു തോന്നൽ ഉണ്ടായത് എത്രയോ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴും വീണ്ടും ഈ പറഞ്ഞ പോലെ അതിനകത്തുനിന്ന് ഉയർത്തെഴുന്നേറ്റ് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നിക്കുന്നത്. അപ്പം നിങ്ങൾ അടുത്ത ഒരു ക്യാമ്പിനെ നിങ്ങൾ ഏറ്റെടുക്കുക. ഇപ്പൊ ചാലക്കുടി പുഴ സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ എനിക്ക് തോന്നിയ ഒരു ഓൺലൈൻ പെറ്റീഷൻ ക്യാമ്പയിൻ നടന്നു ഓൾറെഡി. അതുപോലെ തന്നെ ഈ സോളജി ആയിട്ട് ബന്ധപ്പെട്ട ആ ഒരു എനിക്ക് തോന്നിക്കുന്നത് PC ജോൺ സാർ എന്ന് വിചാരിച്ചാല് നിങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചാക്കാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നിക്കുന്നത്. PC ജോൺ സാർ എന്റെ സാറാണ്. സാറ് ഞാൻ ഈ സൈലന്റ് വാലി മീറ്റിംഗിൽ അന്ന് വരാൻ തോന്നുന്ന സാർ എനിക്കൊരു ടേപ്പ് റെക്കോർഡർ, അന്ന് ഈ ടേപ്പ് റെക്കോർഡർ വളരെ അപൂർവ, സാർ ഒരു ടേപ്പ് റെക്കോർഡർ തന്നിട്ട് താൻ പോയി അതൊക്കെ മീറ്റിംഗ് ഒക്കെ റെക്കോർഡ് ചെയ്തുകൊണ്ട് പാടുമെന്നും പറഞ്ഞ് എനിക്ക് വണ്ടിക്കൂലിയും കൂടെ തന്നാണ് തിരുവനന്തപുരത്തിന് വിട്ടത്. അപ്പം അത്രയും ഇപ്പോഴും സാറിന്റെ ആ എനർജി കണ്ടല്ലോ നിങ്ങൾ. അപ്പം സാറ് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ രീതിയിൽ നമ്മുടെ സുവോളജി സൈഡിൽ നമുക്കൊരു വലിയ ഒരു മൊമെന്റം ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക. നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. സാർ, ഞങ്ങളുടെ കോളേജിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ ക്ലാസ്സിൽ തന്നെ ഇതൊക്കെ താല്പര്യമുള്ള വളരെ കുറച്ച് കുട്ടികളേ ഉള്ളൂ. അപ്പൊ നമ്മളിങ്ങനെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മുടെ ഈ ഒന്നുമില്ലെങ്കിൽ കേരള യൂണിവേഴ്സിറ്റിയിലുള്ള എല്ലാ BSc സുവോളജി സ്റ്റുഡൻസ്, അല്ലെങ്കിൽ അവരെ BSc സുവോളജി മാത്രമാക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ബാക്കിയുള്ള ബോട്ടണിക് അറിയാം. അതുപോലെ തന്നെ ബാക്കിയുള്ള സ്റ്റുഡൻസിലാണ് കൂടുതൽ ഇതിലുള്ള ഒരു ക്രേസ് കണ്ടിട്ടുള്ളത്. നമ്മളെ സുവോളജി ബോട്ടണിക്കാരും ബാക്കിയുള്ള ഡിപ്പാർട്ട്മെന്റിൽ കുറച്ചുകൂടെ ഒരു ക്രേസ് കണ്ടിട്ടുണ്ട്. അപ്പൊ അവരെല്ലാരെയും കൂടെ യോജിപ്പിച്ചുകൊണ്ട് ഈ നമ്മുടെ യൂണിവേഴ്സിറ്റി തലത്തിലോ അങ്ങനെ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നന്നായിരിക്കും. അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു ഡിപ്പാർട്ട്മെന്റ് മാത്രം ബേസ് ചെയ്ത് കഴിഞ്ഞാൽ അതില് താല്പര്യമുള്ളവർ കാണും, ഈ കയ്യാലപ്പുറത്ത് തേങ്ങ എന്ന് പറയുമ്പോൾ പോലെ കുറച്ച് പേര് കാണും, പിന്നെ ഒട്ടും താല്പര്യമില്ലാത്തവരും കാണും. അപ്പൊ അത്തരത്തില് ഒന്ന് തുടങ്ങണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഞാനൊരു ഉദാഹരണം പറയാം. പണ്ട് ഈ സേവ് സൈലന്റ് വാലി കാലഘട്ടത്തില് നമ്മൾ നമ്മുടെ ഈ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് കുറച്ച് ഫണ്ട് റേസ് ചെയ്യാനായിട്ട് 1 രൂപയുടെ കാർഡ് പ്രിന്റ് ചെയ്ത് തിരുവനന്തപുരത്ത് നിന്ന്, ഈ സുശാന്തിനെ അറിയാം, സതീശചന്ദ്രൻ നായരും ടീച്ചറും എല്ലാം കൂടെ ചെയ്താണ്. ഈ കാർഡ് ഞാൻ അന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഫസ്റ്റ് ഇയർ MBBS പഠിക്കുകയാണ്. ആ സമയത്ത് 100 പേര് ആ ക്ലാസ്സിലുണ്ട്. ഈ കാർഡുകൾ അവിടെ കൊടുത്തിട്ട് നമുക്ക് താല്പര്യമുള്ളവരെന്നോ താല്പര്യം ഇല്ലെന്ന് വിചാരിക്കണ്ടേ, എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി ഈ കാർഡ് വാങ്ങിച്ചിട്ട് അതിന് സംഭാവന തന്നു എന്നുള്ളതാണ് അതിനകത്ത് ഒരു വസ്തുത. അത് അത്രയും ഒരു വലിയൊരു അത് നമുക്ക് അവർ തോന്നുന്നു, നമുക്ക് വിചാരിക്കാം അവർക്ക് തീരെ താല്പര്യമില്ലാതെ, പക്ഷെ നമ്മൾ അതിനകത്തൊരു തിരി കൊളുത്തി കൊടുത്തു കഴിഞ്ഞാൽ ഇവര് എല്ലാവരും അത് ഏറ്റെടുക്കും. അത് എനിക്ക് വളരെ സന്തോഷം തോന്നിയ ഒരു സംഭവമായിരുന്നു. അത് ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അലീന എസ് ടീച്ചർ ഏത് കോളേജിലാണെന്നുള്ളതൊന്ന് പറഞ്ഞാൽ കൊള്ളാം. ഒരു കാര്യം ഇവിടെ പറഞ്ഞോട്ടെ. ഈ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ എല്ലാ വിഷയം പഠിക്കുന്ന കുട്ടികളും അവരുടെ 3ാം വർഷം ആദ്യ സെമസ്റ്റർ അല്ലെങ്കിൽ 5th സെമസ്റ്ററിൽ എൻവയോൺമെന്റൽ സ്റ്റഡീസ് ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന ഒരു കോഴ്സ് അവർക്ക് പഠിക്കാനുണ്ട്. ശ്രീകുമാർ എൻ്റെ പ്രിയ
വിദ്യാർത്ഥി, എൻ്റെ സഹപ്രവർത്തകനൊക്കെ ആണെന്ന് പറയുമ്പോഴും ഈ ഒരു ആശയം ഞാനൊരു 4 വർഷമായിട്ട് നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നിട്ടും എനിക്ക് ആരെയും അതിനകത്ത് സഹകരിക്കാനായിട്ട് കിട്ടിയിട്ടില്ല എന്നുള്ള ഒരു സങ്കടകരമായ കാര്യം ഞാൻ പറയുക. കാരണം ഈ കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ സുവോളജിക്കൽ സൊസൈറ്റി ആയിട്ട് വിവിധ വിഷയങ്ങളിലെ ഡിപ്പാർട്ട്മെന്റുകളിലെ അധ്യാപകരുമായിട്ട് ബന്ധപ്പെടാനായിട്ടും ഒക്കെ ശ്രമം നടത്തി. പക്ഷേ ഒരാളിനെ പോലും ഇതുവരെയായിട്ട് കിട്ടിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഒന്നും നടന്നിട്ടില്ലെന്നല്ല പറയുന്നത്. ഇതൊരു കേവലം ഒരു പഠന വിഷയം എന്നതിനുപരിയായിട്ട് ഇതിനൊരു പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് ഇപ്പോഴെ എൻ്റെ അറിവിൽ ആരും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. എനിക്കാണെങ്കിൽ അതിനുള്ള പ്രായമൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന ഒരു എൻ്റെ ഒരു അനുഭവം കൂടെ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. അലീന ടീച്ചർ ഏത് കോളേജിലാണ് ഉള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ ഒന്ന് ബന്ധപ്പെടാനായിട്ട് ശ്രമിക്കാം പുറകെ. ക്രിസ്ത്യൻ കോളേജ് കാട്ടാക്കട. ഓ അത് ശരി, ഓക്കെ, താങ്ക് യു. ഞങ്ങളുടെ അവിടെ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ കുട്ടികളുടെ അവരുടെ ആ ഒരു മെന്റാലിറ്റി നമുക്ക് അങ്ങനെ പെട്ടെന്ന് ചേഞ്ച് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. അത് കുറേശ്ശെ ഗ്രാജുവലി ചേഞ്ച് ചെയ്ത് വരത്തേ ഉള്ളൂ. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പക്ഷെ ടീച്ചേഴ്സൊക്കെ വളരെ സപ്പോർട്ടാണ്. അത് സാരമില്ല ടീച്ചറെ, നമുക്ക് ഇപ്പൊ തന്നെ ഇത് തന്നെ ഈ പരിപാടി അവിടെ നിങ്ങളുടെ പിള്ളേർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒന്നും കൂടെ അവതരിപ്പിക്കാം. എന്നിട്ട് അങ്ങനെ വന്നിട്ട് അതിനകത്തുനിന്നൊരു ഡിസ്കഷൻ ഇതുപോലെ തന്നെ നിങ്ങൾ ഡിസ്കസ് ചെയ്യുക. അങ്ങനെ നിങ്ങളുടെ എല്ലാ കോളേജുകളിലും ഇതുമായിട്ട് കണക്ട് ചെയ്ത് എല്ലാ കോളേജിലും ഡിസ്കഷൻസ് നടന്നു കഴിയുമ്പോൾ തന്നെ ഒരു മൊമെന്റം അവിടെ ഡെവലപ്പ് ചെയ്യും. അഭിലാഷ് സാർ എന്താ പറയുന്നത്? സാറേ ഞാനത് സംസാരിച്ചതിന് ശേഷം സംസാരിക്കാന്ന് വെച്ചുകൊണ്ടാണ് ഞാൻ ഉണ്ടായിരുന്നു സാറേ. ബഹുമാനപ്പെട്ട ജോൺ സാറും സുശാന്ത് സാറായാലും അലീന ടീച്ചർ, ശ്രീകുമാർ സാർ എല്ലാവരും തന്നെ അഭിപ്രായങ്ങൾ പറഞ്ഞു. നമ്മള് ഈ പറഞ്ഞ പോലെ ഞാനും ഇതേ രീതിയിലുള്ള പ്രശ്നം കഴിഞ്ഞ 11 വർഷമായിട്ട് ക്രിസ്ത്യൻ കോളേജിൽ പഠിപ്പിക്കുകയാണ്. നമ്മളൊരു ബാച്ചില് 30-35 കുട്ടികൾ ഒരു ബാച്ചിൽ ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് ചിലപ്പോൾ ഒരു 4-5 കുട്ടികൾ മാത്രമേ ഒന്ന് സെൻസിറ്റൈസ്ഡ് ആയിട്ട് ഞാൻ പരമാവധി ഫീൽഡ് പ്രോഗ്രാംസ് ഇവർക്ക് വേണ്ടി അറേഞ്ച് ചെയ്യാറുണ്ട്. അങ്ങനെ നമ്മൾ ഈ പുസ്തകത്തിനകത്ത് 4 ചുവരുകൾക്കുള്ളിൽ ഇരുന്നുകൊണ്ട് സുവോളജിയോ എൻവയോൺമെന്റ് സയൻസോ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അവരുടെ ഹൃദയത്തിൽ തട്ടത്തില്ല. ഇപ്പൊ തന്നെ നമ്മുടെ ഈ പരിസ്ഥിതി പ്രശ്നങ്ങൾ തന്നെ ഇതെല്ലാം യൂറോപ്പിലോ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ മാത്രം നടക്കുന്ന സംഭവങ്ങളാണ്, നമ്മുടെ ഒന്നും ദേഹത്ത് തട്ടുന്നതല്ല എന്നുള്ള തോന്നൽ കഴിഞ്ഞ 2-3 വർഷമായിട്ട് നമ്മുടെ കേരളത്തിലുള്ളവർക്കും ഇന്ത്യയിലുള്ളവർക്കും ഒക്കെ മനസ്സിലായിട്ടുണ്ട്. പക്ഷെ എന്നിട്ട് പോലും നമ്മുടെ ആ ആറ്റിറ്റ്യൂഡ്, ഒരു പ്രശ്നം കഴിഞ്ഞ് അടുത്ത പ്രശ്നത്തിന് ഇടയ്ക്കുള്ള ആ ഒരു സമയത്തെ നമ്മുടെ അഹങ്കാരം കണ്ടു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മളെ നാണിപ്പിക്കുന്നതാണ്. അപ്പൊ അത് കുറച്ച് പേർക്ക് മാത്രം അങ്ങനെ ഒരു സെൻസിറ്റേഷൻ ഉണ്ടാവുന്നത് നമ്മുടെ മുമ്പോട്ടുള്ള പോക്കിന് പ്രയാസമാണ്. എന്നിരുന്നാലും പ്രതീക്ഷ ഈ പറഞ്ഞ പോലെ ഇപ്പം സൈലന്റ് വാലി കാലഘട്ടത്തിലെ അവസ്ഥയൊക്കെ തന്നെ നമുക്ക് എല്ലാവരും പറഞ്ഞും പുസ്തകങ്ങളിൽ വായിച്ച് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ആ ഒരു സമയത്ത് പോലും ഇത്രയും വലിയ മൊമെന്റത്തിലൂടെ ഒത്തിരി എതിർപ്പുകളെ മറികടന്ന് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു എന്നെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ശോഭനമായ ഭാവി തന്നെയാണ്. ഇത്തരം പ്രശ്നങ്ങൾക്കെതിരെ നമ്മുടെ കുട്ടികളെ സെൻസിറ്റൈസ് ചെയ്തേ മതിയാകൂ. നമ്മളിപ്പം ഞാനൊക്കെ തന്നെ പഠിപ്പിക്കും, നമ്മുടെ എല്ലാ അക്കൗണ്ടിലേക്ക് പൈസ വരും. പക്ഷെ ഈ പൈസ ഒന്നും ഒരു തൃപ്തികരമല്ല. നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിജയശതമാനവും അവർ മനസ്സിലാക്കുന്ന കാര്യങ്ങളും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഒരു തൃപ്തി തരുന്ന കാര്യമേ അല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ റേഷ്യോ മാറ്റണം. നമ്മളെ കുട്ടികളെ കൊണ്ട് ഈ പഠിക്കുന്ന സബ്ജക്റ്റിനോട് ഒരു താല്പര്യം തീർച്ചയായിട്ടും, എൻവയോൺമെന്റ് സയൻസ് ആയിക്കോട്ടെ, സുവോളജിയോ ബോട്ടണിയോ അലൈഡ് സബ്ജക്ട് എന്തും ആയിക്കോട്ടെ, അവർക്ക് ആ സബ്ജക്റ്റിലൊരു താല്പര്യം, അതുവഴി പരിസ്ഥിതിയിലേക്കൂടെ ഒരു ബന്ധം അവർ ബന്ധപ്പെടുത്താനായിട്ട് നമുക്ക് സാധിക്കണം. അതിന് തീർച്ചയായിട്ടും ഒരു ശ്രമം എല്ലാവരുടെയും ഭാഗത്തും, അത് ഈ വെബിനാറുകൾ പോലുള്ള സെഷൻ ആയാലും ഫീൽഡ് ട്രിപ്പുകളായാലും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ, പിന്നെ നമ്മുടെ കുടുംബത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് സുശാന്ത് സാർ പറഞ്ഞത് അത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. നല്ല അച്ഛനും അമ്മയും ആകാം എന്നുണ്ടെങ്കിൽ അടുത്ത തലമുറയെങ്കിലും നമുക്ക് ഈ പറഞ്ഞ പോലെ വീഡിയോ ഗെയിംസിനകത്തുനിന്നും ഒക്കെ ട്രാപ്ഡായി കിടക്കുന്ന ആ ഒരു യുവതലമുറയെ അങ്ങനെ മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് ഒത്തിരി സാധ്യതകൾ നമ്മുടെ മുമ്പിൽ ഉണ്ട്. അപ്പം ആ പാതകൾ എക്സ്പ്ലോർ ചെയ്യുക. അതിന് ഇത്തരം മാധ്യമങ്ങളും ഇത്തരം വിദഗ്ധന്മാരെയും ഒക്കെ തന്നെ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ശോഭനമായ ഇതാണ്. നമ്മൾ വെന്റിലേറ്ററിലാണ് നമ്മുടെ അവസ്ഥ പരിസ്ഥിതിയുടെ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ എന്നിരുന്നാലും നമ്മൾ നിരാശപ്പെട്ട കാര്യമില്ല, പ്രവർത്തിക്കുക. അത്രയാണ് സാർ എനിക്ക് പറയാനുള്ളത്. ഞാൻ ഉദ്ദേശിച്ച ആൾക്കാരും ജോയിൻ ചെയ്തില്ല സാറേ ഡിസ്കഷനിൽ. വളരെ സീരിയസ് ആയിട്ടുള്ള ഡിസ്കഷന് കുറെ പേരെ ഇൻവൈറ്റ് ചെയ്തിരുന്നു. പറയൂ സാറേ, കൺക്ലൂഡ് ചെയ്യാം.
വേറെ ആരെങ്കിലും ഒന്ന് ഡിസ്കഷനിൽ ജോയിൻ ചെയ്യണ്ടോ എന്ന് ചോദിച്ചിട്ടെ സാറേ. ഒന്ന് ചോദിച്ചിട്ട്. സാറേ നമസ്കാരം. നമസ്കാരം, എന്റെ പേര് രതീഷ് എന്നാണ്, സൈലന്റ് വാലിയിലാണ് വർക്ക് ചെയ്യുന്നത്. സുശാന്ത് സാർ. പറഞ്ഞോ. സാറേ, നമ്മള് ഇപ്പൊ ഇവിടെ സൈലന്റ് വാലി പ്രക്ഷോഭത്തെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ ഇവിടെ പറയുണ്ടായി. അപ്പൊ അതുപോലെ ഒരു ഇഷ്യൂ ആയിരുന്നു പാത്രക്കടവ്. അപ്പോ പാത്രക്കടവ് ഇഷ്യൂവിലും അന്ന് ഒരു പക്ഷെ അതിന്റെ ഫോട്ടോഗ്രാഫ് വെളിയിൽ എത്തിക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പൊ അന്നത്തെ ആ ഒരു അവസ്ഥ വളരെ ബുദ്ധിമുട്ടുള്ള കാരണം ഈ വിവരങ്ങൾ വെളിയിലേക്ക് അറിയിക്കുക എന്നുള്ളത് വളരെ ഒരു ബുദ്ധിമുട്ട് പിടിച്ചൊരു കാര്യമായിരുന്നു. അപ്പൊ അന്ന് എന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ക്യാമറയിൽ അവിടുന്ന് ഫോട്ടോ എടുത്ത് അവിടെ അങ്ങനെ ഒരു വർക്ക് നടക്കുന്നുണ്ടെന്നും പറഞ്ഞ് ഫോട്ടോ എടുത്ത് ഞാൻ വെളിയിലേക്ക് എത്തിക്കുകയാണ് ചെയ്തത്. അപ്പോ ഇതിനകത്ത് ഇപ്പോ സതീഷ് ചന്ദ്ര സാറ് പറഞ്ഞതിനകത്ത് എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. മുമ്പും സതീഷ് ചന്ദ്ര സാറ് എന്റെ അടുത്ത് പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഈ ആനക്കയം അല്ലെങ്കിൽ അതിരപ്പള്ളി വാഴച്ചാലിലെ കാടുകളെ കുറിച്ച് സാറ് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ സുശാന്ത് സാർ ഇപ്പോ ഈ ഒരു പ്രസന്റേഷൻ കാണിച്ചപ്പോ എനിക്ക് വളരെയധികം സന്തോഷം തോന്നിയ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ സൈലന്റ് വാലിക്കകത്ത് എന്തൊക്കെയാണോ കാണുന്നത് അതെല്ലാം ഇതിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിന്റെ വസ്തുത. കാരണം അപ്പോ സൈലന്റ് വാലിയുടെ അല്ലെങ്കിൽ ആ സൈലന്റ് വാലിയേക്കാൾ കൂടുതൽ ഒരു ബയോഡൈവേഴ്സിറ്റി ഉള്ള ഒരു സ്ഥലം ഉള്ള കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയം ഇന്ന് എനിക്കില്ല എന്നുള്ളത് തന്നെയാണ്. വളരെ നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു സാർ. ഇത്തരം കാടുകൾ സംരക്ഷിക്കപ്പെടേണ്ടതിന്റെ ആവശ്യകത സത്യത്തില് പല ആൾക്കാർക്കും അറിയാത്ത ഒരു കാരണമായിരിക്കാം. കാരണം അത് ശരിക്കും അനുഭവിച്ചറിഞ്ഞവർക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. കാരണം ഒരു അട്ടപ്പാടിക്കാരൻ എന്നുള്ള ഒരു നിലയ്ക്ക് എനിക്ക് നന്നായിട്ട് മനസ്സിലാവും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ വീടിരിക്കുന്നതിന്റെ പടിഞ്ഞാറ് ഭാഗത്തോട്ട് നല്ല നിബിഡ വനവും കിഴക്ക് ഭാഗത്ത് ഒരു വർഷത്തിൽ വെറും 800 മില്ലിമീറ്റർ മഴ മാത്രം ലഭിക്കുന്ന ഒരു ഭാഗമാണ്. അപ്പോ ആ ഒരു പ്രദേശം വന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഈ ഒരു അവസ്ഥയ്ക്ക് ഉള്ളൊരു മറുപടി അപ്പൊ തന്നെ കിട്ടും. കാരണം ഇവിടെ വരുന്ന നാച്ചുറൽ ക്യാമ്പുകൾ നമ്മൾ പലപ്പോഴും പല കുട്ടികളെയും കൊണ്ടുപോയി കാണിക്കുന്നത് ഈ കിഴക്കൻ അട്ടപ്പാടി മേഖലയും അട്ടപ്പാടിയുടെ പടിഞ്ഞാറൻ മേഖലയിലുള്ള മഴയും. പടിഞ്ഞാറൻ മേഖലയിൽ 9800 മില്ലിമീറ്റർ മഴ ലഭിക്കുമ്പോഴാണ് കിഴക്കൻ മേഖലയിൽ വെറും 800 മുതൽ 1200 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്നത്. അപ്പൊ ആ ഒരു അവസ്ഥയിൽ അവിടെ ജീവിക്കാനും അവിടെ കൃഷി ചെയ്യാനും ഒക്കെ ഉള്ള ബുദ്ധിമുട്ടുകൾ എല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും വളരെ നല്ലൊരു പ്രസന്റേഷൻ ആണ്. എന്തായാലും സൈലന്റ് വാലി പോലെ എന്താ പറയാ വളരെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കേണ്ട ഒരു സ്ഥലമാണെന്നുള്ളതിൽ യാതൊരു വിധത്തിലുള്ള സംശയമില്ല. വളരെ നല്ലൊരു ഇൻഫർമേഷൻ തന്ന സാറിന് വളരെയധികം നന്ദിയുണ്ട്. താങ്ക് യു സാർ. താങ്ക് യു. എനിക്കൊരു സജഷൻ ഉള്ളത്, ഈ ഇപ്പൊ ജോൺ സാർ പറഞ്ഞ പോലെ സുവോളജിക്കൽ സൊസൈറ്റി ഓഫ് കേരള എന്ന് പറഞ്ഞുകൊണ്ട് വിവിധ കോളേജുകളിൽ അതിന്റെ ശാഖകളുണ്ട്. അത് സുവോളജിക്കാർ മാത്രമായിട്ടുള്ളതാണ്. അതുപോലെ ബോട്ടണി അസോസിയേഷൻ ഉണ്ട്, കെമിസ്ട്രി അസോസിയേഷൻ ഉണ്ട്. ഇത് കൂടാതെ ഒരു ഇന്റർ ഡിസിപ്ലിനറി ആയിട്ട് ഈ പ്രത്യേക സബ്ജക്റ്റിനെ ഓറിയന്റഡ് അല്ലാതെ എൻവയൺമെന്റൽ അവയർനെസ് വരുത്തത്തക്ക രീതിയിൽ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു കൂടുതൽ വിദ്യാർത്ഥികളിലേക്ക് ഇത് പകരാൻ നോക്കും. കാരണം ഇന്നത്തെ വിദ്യാർത്ഥിയാണ് നാളത്തെ നമ്മുടെ നേതാക്കന്മാരും ഭരണകർത്താക്കളുമായിട്ട് വരുന്നത്. അപ്പൊ അവരിലേക്ക് ഈ സന്ദേശം എത്തിക്കാൻ പറ്റുകയാണെങ്കിൽ, ഇതേപോലെയുള്ള സെമിനാറുകൾ കൂടുതൽ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കാൻ പറ്റിയാൽ നമുക്ക് നന്നായിരിക്കുമെന്ന് എനിക്കൊരു അഭിപ്രായം തോന്നുന്നു. താങ്ക് യു സാർ. ഇത് പ്രോഗ്രാം നമ്മൾ നടത്തുമ്പോഴത്തേക്കും നിങ്ങളുടെ ഓരോ സുവോളജി ഡിപ്പാർട്ട്മെന്റിലാണെങ്കിലും പ്രോഗ്രാം നടത്തുമ്പോൾ മറ്റ് ഡിപ്പാർട്ട്മെന്റുകാരെയും കൂടെ അറിയിച്ചോളുക. എന്നിട്ട് അതുപോലെ അങ്ങനെ വരുമ്പോഴത്തേക്കും താല്പര്യമുള്ളവരൊക്കെ പങ്കെടുക്കാനായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പങ്കെടുക്കുമെന്ന് എനിക്ക് തോന്നിക്കുന്നു. ഇതേപോലെ തന്നെയാണ് പണ്ട് ഞാൻ പഴയ കാര്യം ഓർക്കുവാണ്. CMS കോളേജിൽ സാറിന്റെ ശിഷ്യനായിട്ട് പഠിക്കുമ്പോൾ ഞങ്ങൾ ആ ആദ്യകാലത്ത് ജോൺസി മാഷ് വന്നൊരു ക്ലാസ് എടുത്തു. ക്ലാസ് കഴിഞ്ഞ് ഞങ്ങൾ തലേദിവസം തന്നെ പ്ലാൻ ഇട്ടിരുന്നു നമുക്ക് ഇവിടെ ഒരു ജാഥ നടത്തണം എന്ന്. അപ്പം ഞങ്ങൾ നോക്കുമ്പോഴത്തേക്കും ഞങ്ങളുടെ സുവോളജി ഡിപ്പാർട്ട്മെന്റിൽ തന്നെയുള്ള 6 കുട്ടികൾ മാത്രമായിരുന്നു അന്നുണ്ടായിരുന്നത് ഇതിന് തയ്യാറായിട്ട് റെഡി എന്ന് പറഞ്ഞ പാർട്ടികൾ. അന്ന് ഞങ്ങൾ തലേദിവസം രാത്രി ഇരുന്ന് പ്ലാക്കാർഡ് ഉണ്ടാക്കി, ബാനർ ഉണ്ടാക്കി, ഇതെല്ലാം ഉണ്ടാക്കി. പിന്നെ ജോൺസി മാഷിന്റെ ക്ലാസ് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ജാഥ നടത്തി ഈ 6 പേര് മുമ്പിൽ നടന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ആ ജാഥ ടൗൺ ചുറ്റി YMCA അവസാനിച്ചപ്പോൾ അതിനകത്ത് ഏതാണ്ട് 106-110 പേരുണ്ടായിരുന്നു ആ ജാഥയിൽ. എവിടുന്ന് വന്നു എന്നുള്ളത് ഞങ്ങൾക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ നമ്മളൊന്ന് തുടങ്ങി വിട്ടാൽ മതി, അത് ബാക്കിയുള്ളവർ അത് ഏറ്റുപിടിക്കുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഒരു ഡിപ്പാർട്ട്മെന്റ് മാത്രമാക്കണ്ട, എല്ലാവരെയും നമുക്ക് ഇതിനകത്ത് ഉൾക്കൊള്ളിക്കണം. അതിനുള്ള ആക്ടിവിറ്റി നമുക്ക് ഈ കോളേജ് തലത്തിൽ നമുക്ക് ചെയ്യാം. ഞങ്ങളുടെയൊക്കെ ആകാവുന്ന പോലെയുള്ള സപ്പോർട്ട് ഇതിനകത്ത് ഉണ്ടാവും. നന്ദി.
അഭിലാഷ് സാറ് കൺക്ലൂഡ് ചെയ്യാം എന്ന് എനിക്ക് തോന്നിക്കുന്നു. ആയിക്കോട്ടെ സാറേ. സാറേ, അപ്പം നമ്മൾ വളരെ ഈ ആനക്കയം മേഖലയുടെ ജൈവ പ്രാധാന്യത്തെക്കുറിച്ച് ഇന്ന് ഇതിനകത്ത് പങ്കെടുത്ത 130ഓളം വ്യക്തികൾക്ക് ഒരു ധാരണ കിട്ടിയിട്ടുണ്ട് തീർച്ചയായിട്ടും. അപ്പം വാഴച്ചാൽ, ആതിരപ്പള്ളി മേഖലകളെ കുറിച്ചാണ് നമ്മളെപ്പോഴും വിവാദങ്ങളും പ്രശ്നങ്ങളും ഒക്കെ മുൻകാലങ്ങളിൽ വന്നതുകൊണ്ട് നമ്മൾ കൂടുതൽ ശ്രദ്ധ അതിലേക്ക് പതിഞ്ഞതും അതിന്റെ കാര്യങ്ങളെക്കുറിച്ച് കാലാകാലങ്ങളിൽ നമ്മൾ പത്രമാധ്യമങ്ങളിലും ഒക്കെ തന്നെ വന്ന റിപ്പോർട്ടുകളും വെബിനാറുകളും ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ ആനക്കയം മേഖലയും ശ്രീ രതീഷ് ഒക്കെ പറഞ്ഞ പോലെ സൈലന്റ് വാലിക്ക് തുല്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ് എന്നുള്ളത് നമ്മുടെ യുവതലമുറകളിലെ എല്ലായിലേക്കും എത്തിക്കാൻ സാധിക്കുമെങ്കിൽ അവിടെയാണ് നമ്മുടെ ഇത്തരം വെബിനാറുകളുടെ ഒരു പ്രസക്തി എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു മെസ്സേജിന്റെ പതാക വാഹകരായിട്ട് അല്ലെങ്കിൽ ടോർച്ച് ബെയറേഴ്സ് ആയിട്ട് ഇന്ന് പങ്കെടുത്ത എല്ലാവരും മാറും എന്നുള്ള ശുഭപ്രതീക്ഷയാണ് ഞങ്ങളുടെ ഈ കൂട്ടായ്മയ്ക്ക് ഉള്ളത്. സാറേ, ശ്രീകുമാർ സാറെ, നമ്മൾ തുടക്കത്തിൽ പ്രൊഫസർ സീതാരാമൻ സാറിന്റെ അനുസ്മരണ ചടങ്ങ് അത് വിട്ടുപോയായിരുന്നു സാറേ. അത് ശ്രീകുമാർ സാർ 2 വാക്ക് സംസാരിക്കുമോ സാറേ? തീർച്ചയായും. അപ്പൊ നമ്മുടെ വാക്കും പ്രവൃത്തിയും തമ്മിൽ യോജിച്ചു പോകുന്ന ആൾക്കാർ വളരെ കുറവാണ്. പരിസ്ഥിതി രംഗത്തും അതുപോലെ ഉണ്ട്. പക്ഷെ എന്നിരുന്നാല് വാക്കും പ്രവൃത്തിയും എല്ലാം വളരെ സൈലന്റ് ആയിട്ട് പരിസ്ഥിതി സംരക്ഷണ രംഗത്ത് മാതൃകാപരമായ പ്രവർത്തനങ്ങൾ ധാരാളം നടത്തിയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ഈ അടുത്തിടയ്ക്ക് നമ്മളെ വിട്ടുപിരിഞ്ഞ പ്രൊഫസർ എസ് സീതാരാമൻ സാറ്. അദ്ദേഹത്തോട് വളരെ അടുത്ത് പ്രവർത്തിച്ചിട്ടുള്ള ഡോക്ടർ ശ്രീകുമാർ സാറിന് അദ്ദേഹത്തെ ഒന്ന് അനുസ്മരിക്കാനുള്ള ഒരു അവസരമായിട്ട് ഇതിനെ നമ്മൾ ഉപയോഗിക്കുന്നു. ശ്രീകുമാർ സാർ അദ്ദേഹത്തെ കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും. നദീ സംരക്ഷണ സമിതിയുടെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ സീതാരാമൻ സാറ് നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് ഒരു എന്താ പറയുന്നത്, നമുക്ക് തീരാ നഷ്ടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് അതിശയോക്തിയൊന്നുമില്ല. ഞാനിപ്പോഴും ഓർക്കുന്ന ചില സംഭവങ്ങൾ ഇപ്പോൾ ഓർക്കുന്നു. ഞാൻ ഈ ആലുവായിൽ ഒരിക്കൽ ഒരു മരം മുറിച്ചു കഴിഞ്ഞപ്പോൾ സാറ് ഇൻ പേഴ്സൺ അതിന്റെ ചോട്ടിപ്പോയി തടസ്സം നിന്ന് കഴിഞ്ഞിട്ട് ആ മരക്കൊമ്പ്, ഇവന്മാര് വെട്ടിയിട്ട മരക്കൊമ്പ് സാറിന്റെ കൈ വീണ് സാറിന്റെ കൈ ഒടിഞ്ഞു. എന്നിട്ട് ആ പ്ലാസ്റ്റർ വിട്ടാണ് അദ്ദേഹം പിന്നെ ബാക്കി കാര്യങ്ങൾ നോക്കാനായിട്ട് നിന്നത്. സാറ് കോളേജിൽ അധ്യാപകനായിരുന്നെങ്കിൽ പോലും അത് കഴിഞ്ഞിട്ട് റിട്ടയർമെന്റിന് ശേഷം ഫുൾ ടൈം ആയിട്ട് ഈ നദീ സംരക്ഷണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ വേറൊരു ഇത് നമുക്ക് പ്രസിദ്ധമായ ആ റെയിൻബോ റെസ്റ്റോറന്റ് എന്ന് പറഞ്ഞിട്ട് ആലുവായിലെ പുഴയ്ക്കകത്ത് ഒരു റെസ്റ്റോറന്റ് ഉണ്ടാക്കിയിരുന്നു. അത് പൊളിപ്പിക്കുന്നത് ഈ സീതാരാമൻ സാറിന്റെ ഒരൊറ്റ ആളുടെ മിടുക്കായിരുന്നു എന്ന് പറയുന്നതിൽ യാതൊരു ഇതുമില്ല. സാറാണ് അത് പൊളിപ്പിച്ചെടുത്തത്. എന്നുവെച്ചാൽ ഒരു നദിയുടെ നടുക്ക് കൊണ്ട് ഒരു വലിയ കോൺക്രീറ്റ് കെട്ടിടം പണിയാന്ന് പറയുന്നത് അത് നമുക്ക് സഹിക്കാവുന്നതിന്റെ അപ്പുറത്താണ്. ആ നദിയുടെ സഹിക്കാവുന്നതിന് അപ്പുറത്തായിട്ടാണ്. അപ്പം അത് സാറിന്റെ പേരിൽ എന്നെന്നും എല്ലാവരും ഓർത്തിരിക്കും. നമ്മൾ എത്രയും എന്താ പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി സാറിനെ ഓർത്തിരിക്കും. സാറ് എല്ലാ നദീ സംരക്ഷണ പ്രോഗ്രാമുകളിലും സാറ് പങ്കെടുക്കാറുണ്ട്. അതുപോലെ തന്നെ മരം വെട്ട് എവിടെയുണ്ടോ അവിടെ എല്ലാം തന്നെ സാറ് തന്നെ. ഞങ്ങൾ ഒരിക്കല് ഈ ചങ്ങനാശ്ശേരിയിൽ ആപ്പാലത്തിന്റെ അവിടെ ഒരു മുത്തശ്ശിമാവ് രക്ഷിക്കാനായിട്ട് അവിടെ ഒരു മീറ്റിംഗ് കൂടി. സാറ് ആലുവയിൽ നിന്ന് അദ്ദേഹത്തിന് മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ടും സാറ് അവിടെ രാവിലെ ഞങ്ങളെക്കാളും നേരത്തെ അവിടെ എത്തി എന്നുള്ളതാണ് ഒരു പറയത്തക്ക ഒരു ഓർമ്മിക്കാനുള്ള ഒരു കാര്യം. അദ്ദേഹത്തിന്റെ വിയോഗത്തില് നമുക്കെല്ലാവർക്കും ദുഃഖമുണ്ട്. എങ്കിലും ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടും കോട്ടയം നേച്ചർ സൊസൈറ്റി, ആലപ്പുഴ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി, ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജ്, സുവോളജി അസോസിയേഷൻ എല്ലാവർക്കും വേണ്ടി അദ്ദേഹത്തിന്റെ ആ നാമത്തിന് മുൻപില് അദ്ദേഹത്തിന് മുൻപില് പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. സാറേ, സുശാന്ത് സാറിന് എന്തെങ്കിലും പറയാനുണ്ടോ ഇത് കൺക്ലൂഡ് ചെയ്യാനായിട്ട്? തീർച്ചയായിട്ടും എല്ലാം കേട്ടു. തീർച്ചയായിട്ടും നമുക്ക് തുടർ ഭാവി പരിപാടികളിൽ നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ എല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്ന് മുന്നോട്ട് പോകണമെന്ന് മാത്രമേ പറയാനുള്ളൂ. എല്ലാം വളരെ വളരെ നന്ദി. കോളേജുകളിൽ അസോസിയേഷനിൽ വേണ്ടി നമുക്ക് എന്തെങ്കിലും വെബിനാറുകൾ ചെയ്യണമെങ്കിൽ കോട്ടയം നേച്ചർ സൊസൈറ്റിയും ആലപ്പുഴ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി ഇതുപോലുള്ള റിസോഴ്സ് പേഴ്സന്റെ ഒക്കെ സഹായം നമുക്ക് തേടാവുന്നതാണ്. ഓക്കെ സാർ. അശോക് മാഷെ കൺക്ലൂഡ് ചെയ്താട്ടെ സാർ. 2 വാക്ക് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്താട്ടെ സാറേ. സാർ തന്നെ അവസാനിപ്പിച്ചോളൂ സാർ. ആയിക്കോട്ടെ. അപ്പം കൂടുതലായിട്ടൊന്നും പ്രത്യേകിച്ച് പറയാനായിട്ടില്ല. നമ്മൾ പല കാര്യങ്ങളും സംസാരിച്ചു. അർത്ഥവത്തായിട്ടുള്ള ഒരു 1.5 മണിക്കൂറാണ്
നമ്മൾ ഇതുവരെ ചെലവാക്കിയിരുന്നത്. തീർച്ചയായിട്ടും ഇതിന്റെ ഒരു തുടർ പ്രവർത്തനം എന്നുള്ള രീതിയിൽ പൊതുജനങ്ങൾക്കിടയിലും വിദ്യാർത്ഥികൾക്കിടയിലും ഈ ഒരു പ്രശ്നത്തിന്റെ തീവ്രത എത്തിക്കുകയും അതിന് സമഗ്രമായിട്ട്, ഇതിപ്പം ചില സമയത്ത് തണുത്ത് കിടക്കുന്നതായിട്ട് നമുക്ക് തോന്നും ഇത്തരം ഇഷ്യൂകളൊക്കെ, പക്ഷെ ഇതിന്റെ എല്ലാം അടിയിൽ കനലുകൾ എരിയുന്നുണ്ടായിരിക്കും. അപ്പൊ അത് മനസ്സിലാക്കി, കനലുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ സദാ ജാഗരൂകരായിട്ടിരുന്നുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങളിൽ നമ്മുടെ യുവതലമുറയെ ഒപ്പം തന്നെ കൂടാൻ ആരോഗ്യമുള്ള എല്ലാവരെയും കൂട്ടിക്കൊണ്ട് ഇതിനെതിരെ പടപൊരുതാം. അതിന് വളരെ നന്ദിയുണ്ട് പ്രിയപ്പെട്ട സുശാന്ത് സാറ് ഇതിനെക്കുറിച്ച് സമഗ്രമായിട്ടൊരു വിശദീകരണം ഇവിടെ നൽകിയതിനകത്ത്. അപ്പം തീർച്ചയായിട്ടും ഒത്തിരി ചെറുതിരികളെ ഒരു പന്തമാക്കി മാറ്റാനായിട്ട് തീർച്ചയായിട്ടും സാറിന്റെ ഈ സംസാരങ്ങൾക്കും വാക്കുകൾക്കും ഡേറ്റയ്ക്കും ഒക്കെ തന്നെ പ്രസന്റ് ചെയ്ത ഡേറ്റയ്ക്കും എല്ലാം തന്നെ കഴിയും എന്നുള്ള വിശ്വാസത്തിൽ നിർത്തുന്നു. സാറിന് ഈ കൂട്ടായ്മയുടെ പേരിലുള്ള അഗൈതോമായ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. സന്തോഷം സാർ. ഇന്നത്തെ വെബിനാർ ഇവിടെ അവസാനിച്ചതായിട്ട് അറിയിക്കുന്നു. ശ്രീകുമാർ സാറേ, വേറെ ഒന്നും ഇല്ല സാറേ? ഇല്ല, വേറെ ഒന്നുമില്ല. എല്ലാവർക്കും പിരിയാം. ഓക്കെ സാർ, ഓക്കെ. എല്ലാവർക്കും നന്ദി, സന്തോഷം. കഴിഞ്ഞു കേട്ടോ. കഴിഞ്ഞു.